ഏറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയേറെ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പ്രത്യേക ലേഡീസ് പ്രയർ ഫെലോഷിപ്പിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയ തോമസ് അച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ലിൻഡി ആൻറ്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന മറ്റ് സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ പ്രിയ മാത്തിച്ചാനെ, മറ്റ് ലേഡി എന്ന കർത്താവിൻ്റെ ദാസൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നല്ലതുപോലെ ഒന്ന് സ്തുതിച്ചാട്ടെ. കാരണം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ കരത്താലാണ്. ഹല്ലേലൂയ. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൂടെയുണ്ട്. ആ വചനമാണ് നമ്മെ നടത്തുന്നത്. പ്രത്യേകം ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം ഇന്ന് തിരുവചനം സംസാരിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി ഡോക്ടർ അനു കെന്നത്ത്, പ്രിയ ദൈവദാസിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റെല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരുന്നാട്ടെ. സർവശക്തനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭമാണ്, എത്ര അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്നവൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. തേനിനേക്കാട്ടും തേൻകട്ടയേക്കാളും മാധുര്യമേറുന്ന ആ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം, ആ മാധുര്യം നമുക്ക് രുചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഈ ഗാനങ്ങളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. അപ്പം ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പാടുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരുന്നാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ പാദാധികം നമുക്ക് താണ്ടിരിക്കാം. പ്രാർത്ഥന. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. ചേർന്ന് പറയാൻ കഴിയും. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. ചേർന്ന് പാടിക്കേ. നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. ഹല്ലേലൂയ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുരമാ. ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ,
യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ ദൈവവും, നീ മാത്രമാണ് സങ്കേതവും. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ ദൈവവും, നീ മാത്രമാണ് സങ്കേതവും. നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, നിൻ നാമം വാഴ്ത്തി പാടിയിടുന്നു. നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, നിൻ നാമം വാഴ്ത്തി. അതുകൊണ്ട് അക്കാരങ്ങൾ ഉയർത്തിച്ചേർന്ന് പാടി. ഓ തേനിലും മധുരമാ, തേനിലും മധുരമാ, ഓ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. ആ നല്ല കർത്താവിനെ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ സൗഖ്യവും, നീ എൻ്റെ ശക്തിയും, എന്നേശുവേ. നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ സൗഖ്യവും, നീ എൻ്റെ ശക്തിയും, എന്നേശുവേ. ക്രൂശിലെനിക്കായി യാഗമായി നിന്നടി വീണരാ സൗഖ്യം. ഹല്ലേലൂയ. ക്രൂശിലെനിക്കായി യാഗമായി നിന്നടി വീണരാ സൗഖ്യമായി. തേനിലും മധുരമാ, തേനിലും മധുരമാ, ഓ യേശു ക്രിസ്തു മാധുര്യവാ. ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. ഓ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. അതെ, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ആ നല്ല കർത്താവിനെയാണ്, ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം സേവിക്കുന്നത്. പാട്ടുകാരൻ പറഞ്ഞിങ്ങനെ, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേകുന്ന നിന്റെ സ്നേഹം എത്ര വലുതാണ്, എത്ര ആഴമാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ മടിച്ചപ്പോഴും, മടി കാണിച്ചപ്പോഴും, പലപ്പോഴും മറന്നുപോയപ്പോഴും അതൊന്നും കണക്കിടാതെ നമ്മെ നിത്യം സ്നേഹിച്ച നല്ലൊരു പിതാവ് നമുക്കുണ്ട്, നമുക്ക് നല്ലൊരപ്പനുണ്ട്. നമുക്ക് ആ നല്ല കർത്താവിൻ്റെ വലിയ സാന്നിധ്യമാണ് നമ്മളെ നിലനിർത്തുന്നത്. രോഗദുഃഖങ്ങളൊക്കെ ഏറുമ്പോൾ, ഭാരങ്ങളും പീഡകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ക്രൂശിൽ പങ്കപ്പാടേറ്റ നമ്മുടെ അരുമനാഥൻ ആ യേശു മാത്രമാണ് നമുക്ക് അഭയമെന്ന് പറയുവാൻ കഴിയുമോ? ആ കർത്താവ് നമ്മളെ എങ്ങനെ ചെയ്യുമെന്നറിയാമോ? മാറിൽ ചേർത്തണച്ചിടും. നമ്മളെങ്ങനെ സ്നേഹിക്കുമെന്നറിയാമോ? ചേറിൽ നിന്ന് നമ്മളെ ഉയർത്തും. മാത്രമല്ല, കാതിൽ സാന്ത്വനം ഓതിത്തരുന്ന നല്ലൊരപ്പനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് അരുമനാഥനെ നമുക്ക് അടുത്ത ഗാനത്തിലൂടെ നമുക്ക് വാഴ്ത്തിപ്പാടാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മാറിൽ ചേർത്തണച്ചിടും,
ചേറിൽ നിന്ന് ഉയർത്തിയിടും, കാതിൽ സാന്ത്വനം ഓതിയിടും. നമുക്ക് സുപരിചിതമായ ഒരു പാട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്. പാരിൽ പാർക്കും അൽപായുസിൽ. നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഭക്തരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് പാടാൻ കഴിയും. വൻ തിരകൾ അലറുമ്പോൾ, തീരം വിട്ട് ഞാൻ പോകുമ്പോൾ, എൻ്റെ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്ന് തോന്നുമ്പോൾ ആ പ്രിയൻ്റെ സ്വരം ഞാൻ കേൾക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരുന്നാട്ടെ. ഹല്ലേലൂയ. മാറിൽ ചേർത്താണച്ചിടും, ചേറിൽ നിന്നുയർത്തിയിടും, മാത്രമല്ല കാതിൽ സാന്ത്വനം ഊതിടും, കാതിൽ സാന്ത്വനം ഊതിടും. ഭാരങ്ങൾ അധികം വേണ്ടിനേ, കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വച്ചിടും, കാതിൽ
എത്ര മനോഹരമായ വരികളാണല്ലേ ഭക്തന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ദേഹം മണ്ണിൽ ഉപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗോളാന്തരങ്ങൾ താണ്ടിടും, അവിടെയും യാത്രയിൽ പ്രിയന്റെ തുണ. കാണും മറകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ, എന്നെ കാത്തു നിൽക്കുന്ന സംഘത്തെ. അതെ, പ്രഭയോടുകൂടി കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന വിശുദ്ധ ഗണത്തോടൊപ്പം നാമും പറന്നുയരും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ വിട്ടുകളയാതെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ആ യേശുവിൻ്റെ പാദത്തിൽ ഒരു ദിവസം ഞാൻ മുത്തുമെന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ നിൻ സ്നേഹം പാടുവാൻ, അതിൻ്റെ 1-2 സ്റ്റാൻസുകൾ മാത്രം പാടി ദൈവത്തെ നമുക്ക് വാഴ്ത്താം. നിൻ സ്നേഹം പാടുവാൻ, നിന്നാമത്തെ ഉയർത്തുവാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ പഴയൊരു ഗാനത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. കർത്തനാം യഹോവയെ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. നമ്മുടെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ നമ്മുടെ അരുമനാഥൻ നമ്മളോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും നമുക്കൊരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ ഉണർത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ
ഹല്ലേലൂയ. താഴ്ചയിൽ നിന്ന് നമ്മളെ ഉയർത്തിയ ദൈവം, നമ്മളെ വീഴ്ചയിൽ നമ്മളെ കൈവിടാതെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തെ നാം എന്നും പാടി ആരാധിക്കും. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമുക്കൊരുമിച്ച് ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളടച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ. നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. ഓ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. ഈ വചനം നമ്മളെ നടത്തട്ടെ. സമയം വേർതിരിച്ചെന്ന എഡിസൺ പ്രെയർ ഫെലോഷിപ്പിന് എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് താണിരിക്കുന്നു. ആകാശത്തിന്റെ കിളിവാതിലിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷയോട് താണിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. നിഗ്രഹിക്കപ്പെട്ട ആരാധനാ സമയം കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാമദാസൻ കുടുംബമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന പാട്ടുകൾ പാടി നമ്മെ സഹായിച്ചല്ലോ. ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. ദാസനെ കർത്താവ് വളരെ ശക്തമായി നിർത്തട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തന്നു. ഇന്ന് രാത്രികാലം again we are going to pray for there are a lot of things that we need to pray, and I'm sure Thomas with the uncle would be ready with the request, and I'm sure pray Thomas uncle will share the request, and also I'll request him to pray for those matters as well. അതിനു മുൻപ് ഈ സൂമിലായിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ നല്ല സാഹചര്യത്തിലാണെങ്കിൽ ഈ സൂമിലെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കണം. പണ്ടൊരു കർത്താവനദാസൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പണ്ടത്തെ സൂം എന്ന് പറഞ്ഞാൽ സക്കായി, ദ സ്റ്റോറി ഓഫ് സക്കായി തുടങ്ങിയത്. സക്കായി എല്ലാരും കാണണം, സക്കായി ആരും കാണരുത്. അന്നേരം ഇപ്പോഴത്തെ സൂം മീറ്റിങ്ങിന്റെ പരിപാടിയാണ് അത്, റൈറ്റ്? we all are busy, we are into something or the other. പക്ഷെ ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്ന ആ നിമിഷം നമുക്ക് പരസ്പരം കാണാനും പരിചയപ്പെടാനും, ഇപ്പം എത്രയോ പേർക്ക് നമുക്ക് അറിയാത്തവരൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് പരസ്പരം പരിചയപ്പെടുവാനും കാണുവാനും എവിടെങ്കിലൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു ഹലോ ഒക്കെ പറയാനൊക്കെ ഇടയായി തീരണം. So if your circumstances allow you, please open your videos. It will be a blessing. ഈ ന്യൂ ജനറേഷനിലെ സക്കായികളായി മാറാതെ, God has given us so many good circumstances. So വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ മാത്രം എല്ലാവരും കാണുമല്ല, നമ്മളെയൊക്കെ ആൾക്കാർ ഒന്ന് കാണട്ടെ, റൈറ്റ്? അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കാട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തോമസ് താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ, നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നതിന്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞായിരുന്നു. പലരെ സൗഖ്യമില്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കാണാമെന്നുള്ള ആഗ്രഹത്തോടാണ് വന്നത്, എന്നാൽ സാധിച്ചില്ല. ഫ്യൂണറൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ചിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. ചിനു ഈസ് ബെറ്റർ, ഷീ ഈസ് മൈ നീസ്. പിന്നെ പുന്നുസുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. പുന്നുസുട്ടിയുടെ സ്ഥിതി ഭേദപ്പെട്ടു ഉണ്ടായി എങ്കിലും പ്രാർത്ഥന വളരെ അത്യാവശ്യമായിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഡാളസില് സോണി മാത്യു എന്ന ഒരു ആള് കാർ ആക്സിഡന്റിൽപ്പെട്ട ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർ പലരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജുബിനായി പ്രാർത്ഥിക്കുക, സൂസിക്കായി പ്രാർത്ഥിക്കുക, അതുപോലെ പ്രസാദിനായി വത്സയ്ക്കായി പ്രാർത്ഥിക്കുക.
ഡോക്ടർ അലക്സിനായി, ഉഷയ്ക്കായി പ്രാർത്ഥിക്കുക. ഈസ്റ്റണില് തമ്പിക്കായി പ്രാർത്ഥിക്കുക. പലവിധമായ രോഗങ്ങളാലായിരിക്കുന്നവരുണ്ട്, അവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രായത്തിലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ മക്കള് ഡാളസ് ഏരിയയിലൊക്കെ സ്കൂളുകൾ തുറക്കുവാൻ സമയമായി വരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുവാനും നന്നായി പഠിക്കുവാനും ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാനും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തക്കതായ തുണകളെ ദൈവം ഒരുക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം, അങ്ങനെ മറ്റു വിധമായ ഹാബിച്വൽ അഡിക്ഷൻസിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചാർലി തന്റെ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം യാത്ര ചെയ്യുന്നു. ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യയിലെ സുവിശേഷ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അമേരിക്കയ്ക്കായി പ്രാർത്ഥിക്കുക. ലോകമെങ്ങും കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് മാത്യു ബ്രദർ പ്രാർത്ഥിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. മാത്യു ബ്രദറെ മ്യൂട്ടാ. ക്രിസ്തു യേശുവോട് ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദി കരുത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് പിന്നെയും കടന്നു വരുവാൻ കർത്താവ് ഒരു മുഖാന്തരം ഒരുക്കി. കഴിഞ്ഞ ഒരാഴ്ച കാലം അവിടുത്തെ കുറേ സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങളുടെ യാത്രയിലെ, ഞങ്ങളുടെ പോക്കിലെ, വരവിലെ കർത്താവെ, വിദേശ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്ലെയിനില്, ഞങ്ങളുടെ കാറിലൊക്കെ അവിടുത്തെ കുറേ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ കർത്താവ് നടത്തിയ കൃപയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ മഹത്വപ്പെടുന്നു. സകല ഉപകാരങ്ങൾക്കായിട്ടും സ്തോത്ര. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞാൻ തങ്ങളുടെ കർത്താവ് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞങ്ങൾക്ക് പകരം നില ഒന്നുമില്ല കർത്താവേ. നന്ദിയിലോ ഒരു ഹൃദയം ഒഴിഞ്ഞ രണ്ട് കൈകളും ദൈവം ഒരു പരമയാഗമായ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ സ്തോത്രം നന്ദികളോരായി എന്നും ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ ഞങ്ങളെ നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ തിരുമാറോട് ചേർത്ത ദൈവസ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെക്കാൾ ജ്ഞാനികളും വിവേകികളൊക്കെയും ദൈവമേ ഈ ലോകത്തുള്ളപ്പോൾ ദൈവത്തിന്റെ തിരുവചനം ആത്മാവും ജീവനുമായി പരിവർത്തിക്കുവാൻ ഞങ്ങളെ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ കർത്താവെ മുഖാന്തരം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങെ മഹത്വപ്പെടും. ലോകജനങ്ങൾ മായയുടെ പിന്നാലെ ഓടുമ്പോൾ ഞങ്ങൾ നിത്യജീവന്റെ പിന്നാലെ കർത്താവെ നിന്നെ മുറുകെ പിടിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദ്യമായി ഞങ്ങൾ ജോണി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാർ ആക്സിഡന്റിൽ കർത്താവെ തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു, പെട്ടുപോയിരിക്കുന്നു, ഹോസ്പിറ്റലായിരിക്കുന്നു, അങ്ങനെ എന്തോ എന്ന് ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും സന്ധിമജ്ജകളെയും നാടിതന്മകളെയും സൃഷ്ടിച്ച് യഥാസ്ഥാനത്താക്കി ചലിക്കത്തക്കോണം പ്രവർത്തിക്കത്തക്കോണം സൃഷ്ടിച്ച കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഐക്യബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ ഫലം ചെയ്യുന്നുവെന്ന് തിരുവചനത്തെ ഞങ്ങൾ വായിക്കുന്ന പോലെ ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശുഭകരമായ ഒരു വാർത്ത കേൾക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിന് സ്തോത്രം. ക്യാൻസറുകളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവെ, ഞങ്ങൾ അറിയുന്നതും അറിയപ്പെടാത്തതും ഞങ്ങൾ കേൾക്കുന്നതും കേൾക്കപ്പെടാത്തതുമായ അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ രോഗത്തിന് ഇതുവരെയും ഫലപ്രദമായ ഒരു മരുന്നോ ചികിത്സയോ വാക്സിനോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ രോഗം വരുന്ന പോലെ ഒരു കുടുംബം തന്നെ കർത്താവെ സാമ്പത്തികമായി പരാജയപ്പെട്ടു പോകുന്നു. ഫലപ്രദമായ മരുന്നും ചികിത്സയും വാക്സിനും കിട്ടാൻ ദൈവം സഹായിക്കണം. വർഷങ്ങളായിട്ട് ദൈവമേ വൈദ്യശാസ്ത്ര ഇതിന്റെ റിസർച്ചിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സയന്റിസ്റ്റുകളുടെ ഹൃദയത്തില് കർത്താവിന് വെളിപ്പെടുത്തി കൊടുക്കണമേ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം വായിച്ച് സൗഖ്യമാക്കുന്ന ദൈവം ഒരു വാക്കോടുന്ന് കൽപ്പിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവകാര്യങ്ങൾ ഞങ്ങളെ വിഷയങ്ങൾ തരുന്നു. വിധങ്ങളാ രോഗത്താൽ ഭാരപ്പെടുന്നവരെ പകർച്ചവ്യാധിയാൽ കഷ്ടപ്പെടുന്നത് ഇപ്പോഴും കൊറോണയുടെ വൈറസ് ഭൂമിയിലുണ്ട് കർത്താവെ. ആ രോഗത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഞങ്ങളുടെ വാർത്തകൾ കേൾക്കൊണ്ടിരിക്കുന്നു.
പലപ്പോഴും ദൈവത്തിന് പൂർണ്ണമായി ഈ വൈറസ് ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിവാഹപ്രായമായവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണം, യൗവനക്കാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യൗവനപ്രായം ഈ വഴിത്തിരിവിന്റെ കാലമാണ്, തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്, മുൻപോട്ടുള്ള ജീവിതത്തിന്റെ ദൈവത്തെ ഫൗണ്ടേഷൻ ഇടുന്ന കാലമാണ്. ദൈവത്തിന് നല്ലത് തിരഞ്ഞെടുത്ത് നല്ലതിനു വേണ്ടി ജീവിക്കുവാൻ, നല്ലതായിട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാരുടെ ഹൃദയങ്ങളെ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ കർത്താവെ, യൗവനകാലത്ത് തിരുവചനം പഠിച്ചും ധ്യാനിച്ചതിന് മാർമികവശങ്ങളെ ഗ്രഹിച്ചും ക്രിസ്തുവിൽ വേരുന്നും ദൈവവചനത്തിൽ മേൽക്കുമേൽ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരെന്നും ആർക്കുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് മുൻപോട്ട് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സഹായിക്കാൻ, നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ച് കുടുംബമായി ഭാര്യയായി മക്കളായി ജീവിപ്പാൻ കർത്താവിന്റെ ഹൃദയങ്ങൾ പ്രേരണ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്ന കർത്താവെ, പ്രായാധിക്യത്തെ പ്രയാസപ്പെടുന്നുണ്ട്, കിടക്കയിലായിരിക്കുന്നുണ്ട്, നഴ്സിംഗ് ഹോമിലായിരിക്കുന്നവരുണ്ട്, ആശ്രയമില്ലാത്തവരുണ്ട്, വിധങ്ങളായ രോഗത്താൽ ദൈവത്തിന് സ്തോത്രം, പ്രയാധിക്യത്താൽ കഷ്ടപ്പെടുന്നവർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് ബലം കുറയുമ്പോൾ, അസ്ഥികൂടങ്ങൾ കർത്താവെ ബലം കുറയുമ്പോൾ, ശരീരം വിറയ്ക്കുമ്പോൾ അവിടുന്ന് കരുതുന്ന കർത്താവായിരിക്കാൽ സ്തോത്രം. വാർദ്ധക്യം നിറയുമുള്ള കാലത്ത് ഞാൻ കൂടെ ഇരുന്ന് എന്നെ ചുമക്കുമെന്ന് പറഞ്ഞ കർത്താവ് അവരുടെ സഹായകനും ആശ്വാസകനുമായിരിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാം. നന്ദിയോട് സ്തോത്രം ചെയ്ത് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. യാത്രയായിരിക്കാൻ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശം യാത്ര ചെയ്യുന്നവരുണ്ട്, അവർ യാത്ര ശുഭകരമായി ശുഭ തുറമുഖത്ത് എത്തിച്ചേരുവാൻ കർത്താവരെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഡ്രഗ്സുകാരന്, ആൽക്കഹോളിനാൽ കർത്താവ്, വിധങ്ങളായ നാർക്കോട്ടിക്കും വിധങ്ങളായ ദൈവമേ നാർക്കോട്ടിക്കിനാൽ അടിമപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ കർത്താവെ മദ്യം മയക്കുമരുന്ന് തന്നല്ലോ അവരൊക്കെ വളർത്തിയത്. എങ്കിലും കൂട്ടുകെട്ടുകൾ മൂലം, സാഹചര്യങ്ങൾ മൂലം അതിലകപ്പെട്ടു പോയി അതിന്റെ അഡിക്സ് ആയിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു പൂർണ്ണ വിടുതൽ അവർക്ക് കൊടുക്കണം. അവർ ഹൃദയത്തോട് തിരുമേനി ഇടപെടണം. തങ്ങളുടെ ജീവിതകാലം ഇങ്ങനെ ദൈവമേ സ്വയം നശിപ്പിച്ചു കളയുവാൻ ഇടയാക്കരുതേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുന്ന കർത്താവ്, ദൈവത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഹോമിതരുന്ന ദാന ഉദരഫലം പ്രതിഫലവുമാകുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കളൊക്കെ ദൈവസ്ഥനിൽ ദൈവതൈകൾ പോലെ അരവന്റെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന സ്കൂളുകളിൽ കോളേജിലൊക്കെ നല്ല വൈദ്യങ്ങളായി അധ്യാപകർക്കും ദൈവമേ മറ്റുള്ളവർക്കും മാതൃകയായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ, ഗ്രഹിപ്പാനുള്ള നല്ല കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു. മക്കളെ പത്യോപദേശത്തിൽ വളർത്തി കൊണ്ടുവരുവാൻ മാതാപിതാക്കൾ കർത്താവെ അവർക്ക് നല്ല ഹൃദയം കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ വിട്ടുപോകുന്ന ഞങ്ങളുടെ രാജ്യമായി ഇന്ത്യയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, 50 സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മധ്യപ്രദേശിനും ഛത്തീസ്ഗഡിനും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവിടെയുള്ള ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം ദൈവസഭയുടെ മഹത്വപ്പെടുന്നവേ ഞങ്ങളവിടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ചെയ്യും അനേക ഭവനങ്ങളിൽ നിന്ദിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ടവര് ഒക്കെയും ഉണ്ട്. അവരുടെ ജീവിത സന്ധാരണ മാർഗം ദൈവം അറിയുന്നവർ, കുഞ്ഞുങ്ങളുടെ അവരുടെ കുടുംബം എല്ലാവരും അറിയുന്നതിനായിട്ട് സ്തോത്രം. തിരുനാമം മഹത്വപ്പെട്ട് കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഉപജീവന മാർഗം തേടി സ്വന്തം ദേശത്തെയും ഞങ്ങളുടെ ബന്ധുക്കളെയും ചർച്ചക്കാരെയും ഒക്കെ വിട്ട് അന്യരും പ്രദേശങ്ങളുമായി ദേശത്തൊന്ന് പാർക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കാൻ. ഞങ്ങളുടെ തലമുറകൾ ഇവിടുത്തെ പൗരന്മാരായി ജനിച്ചു വളരേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ മഹത്വപ്പെട്ട ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഗവർണർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, 50 സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ ദൈവത്തിന് ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു രാജ്യമായി തിരുവാൻ സഹായിക്കുക. പലവിധമായ ഇസ്സങ്ങൾ, രാഷ്ട്രീയക്കാര്, തത്വസമൂഹങ്ങളും മതങ്ങളൊക്കെയും കടന്നു വന്ന് ഈ ദേശത്തെ അന്യാധീനമാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവയുടെ സ്തോത്രം. ഞങ്ങളെ വിഷയങ്ങളെ ഞങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് ഹൃദയഭാരത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം, ദൈവത്തെ സ്തോത്രം. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറിപ്പോകാത്ത വചനം കർത്താവിന്റെ ദാസിയിൽ കൂടി ഞങ്ങൾ കേൾക്കുമ്പോൾ ഇത് മനുഷ്യ ശബ്ദമായിട്ടല്ല ദൈവശബ്ദമായി സ്വീകരിപ്പാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം തന്ന് ഞങ്ങളെ ശാന്തതയോടെ സന്നിഹിതണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോട്ടെ, എല്ലാ അന്ധകാര ശക്തികളും നീങ്ങിപ്പോട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്തെ നീയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒന്നിച്ച് അവിടുത്തെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. ആമേൻ. 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 ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. Whichever part of the world you have joined in, I welcome all of you. I greet you all in Jesus' name. വളരെ സന്തോഷത്തോടെ ഇന്ന് സന്ധ്യാസമയം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 40 minutes gone. വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനം, we give so much of importance to the word of God. So, we always try to wind up everything by 30-35 minutes, right? So we'll try to do that. വചനത്തിന് സമയം കൊടുക്കണം. നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, രോഗങ്ങൾ, കടന്നു പോകുന്ന ചുറ്റുപാടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കരം പിടിക്കുന്ന ദൈവമാ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Let not your hearts be troubled. Amen. വളരെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. So I'm not taking much time. She came for a ministry there, and ഈ ദിവസങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഇന്ന് സന്ധ്യാസമയം നമ്മോടൊപ്പം ആയിരിക്കുന്നു. നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസന്റെ നിലയിൽ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, ഇഫ് യു ക്യാൻ, നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് ഇരുന്നാട്ട്, അത് നമ്മൾക്ക് സന്തോഷമാണ്. ഓവർ ടു യു ഡോക്ടർ അനു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Praise Lord. Thank you, Pastor. Praise Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുകയാണ്. വീണ്ടും എഡിസൺ ക്രിസ്ത്യൻ പ്രെയർ ഫെലോഷിപ്പിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ഇന്ന് രാത്രികാലം തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേക കർത്താവിന്റെ ദാസൻ സ്റ്റീവ് പാസ്റ്റർ, അതേപോലെ തന്നെ തോമസ് അങ്കിൾ, ലിൻറ്റി ആൻറ്റി, ഈ ഒരു മീറ്റിംഗ് നടന്നിട്ട് കുറേ അധികം വർഷങ്ങൾ തുടക്കം മുതൽ ഇതിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്തൃദാസൻ കുടുംബം, കർത്താവ് വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന കർത്തൃദാസിദാസന്മാർ എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാകാം, ഇത് നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ, നമ്മുടെ തോമസ് അങ്കിൾ എന്നും ഇരിക്കുന്ന ചെയറ്, ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഞാൻ ഇന്ന് തിരുവചനം ശുശ്രൂഷിക്കുന്നത്. അതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അക്കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശക്തിയോടെ നമ്മളെ വീണ്ടെടുത്ത കർത്താവിന് ഹൃദയം തുറന്നൊരു ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 5. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട് മതി. ഇങ്ങനെ എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ 38 ആണ്ട് നോക്കാം. ഈ ഒരു വേദഭാഗം എന്ന് പറയുന്നത് നമ്മളൊക്കെ എത്ര വലിയ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഭക്തരാണെന്ന് പറഞ്ഞാലും, ഞങ്ങൾ കുറേ കാലമായി, കുറേ വർഷമായി യേശുവിനെ അറിഞ്ഞിട്ട് സിസ്റ്റർ, ഈ വിശ്വാസത്തിലായിട്ടെന്ന് പറഞ്ഞാലും ചില വേളകൾക്കകത്തെങ്കിലും ഭയങ്കരമായിട്ട് തകരുന്ന, ഭയങ്കരമായിട്ട് ഉള്ളുലയുന്ന, ഹൃദയം പിടിച്ചിങ്ങനെ കുലുക്കുന്നത് പോലത്തെ പ്രതിസന്ധി എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകും. സത്യമാണോ അല്ലേ? എല്ലാവർക്കും ഒരു വേളയെങ്കിലും അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷെ ആ സമയത്തും നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ദൈവം നമ്മളോട് പറഞ്ഞ വചനങ്ങളും പ്രവചനങ്ങളും ദൂതുകളും ഇങ്ങനത്തെ ചില വേദഭാഗങ്ങൾ. ചിലരെങ്കിലും പ്രാർത്ഥിക്കും, 38 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് മറുപടി കൊടുത്ത ദൈവം എന്റെ വിഷയത്തിനകത്തും പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ? കാരണം എന്താ? ഇത് ഒരു കഥയല്ല, ഇത് ഒരിക്കൽ നടന്ന
സംഭവമാണ്. യേശു തൊട്ട അവസ്ഥയാണ്. യേശു സൗഖ്യം കൊടുത്ത വേദഭാഗമാണ്. ഇത് ജീവിക്കുന്ന വേദഭാഗമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും. ഇത് വാസ്തവത്തിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സൗഖ്യത്തിന്റെ വേദഭാഗമാണ്. ആമേൻ, ആമേൻ. ഇത് ഒരു ദൈവപ്രവൃത്തിയുടെ വേദഭാഗമാണ്. ഇത് സൗഖ്യത്തിന്റെ വേദഭാഗം എന്ന് ഞാൻ പറയുമ്പോഴും ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടിയ ഹീലിംഗ് എന്നതിനേക്കാൾ അപ്പുറം നിലനിൽക്കുന്ന വിടുതലിന്റെ വേദഭാഗമാണ്. ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് ആ വാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് പറയാമോ? വിടുതൽ എന്നൊന്ന് പറഞ്ഞ. വിടുതൽ, വിടുതൽ. ഇന്ന് വിടുതൽ എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒരു തരം ഇതാണ്. ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. വേദപുസ്തകം പറയുന്ന ഒരു വാക്കാണ്. വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന, കാണിച്ചു തരുന്ന ഒരു വാക്കാണ് വിടുതൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ വിടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പേരുടെയും ഹൃദയത്തിനകത്ത്, ഡെലിവറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പേരുടെയും ഹൃദയത്തിനകത്ത് പെട്ടെന്ന് നമുക്ക് വരുന്ന ചിന്ത, ഇന്നൊരു കർത്തൃദാസൻ ആത്മാവിൽ ഒരു പ്രവചനം പറയുന്നു, ഒരു ദൂത് പറയുന്നു, ഒരു വാക്തത്വം പറയുന്നു, ഒരു വചനം പറയുന്നു. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കർത്താവ് ഇന്നലെ രാത്രി കേട്ട പ്രവചനത്തിന്റെ ആ നിവർത്തീകരണത്തിലോട്ട് ഞങ്ങളെ ഒറ്റ രാത്രി കൊണ്ടുവന്ന് അങ്ങ് നിർത്തിച്ച് ഒരു വിടുതൽ ഞങ്ങളുടെ കയ്യിൽ തന്ന് പിറ്റേന്ന് സഭാമധ്യ സാക്ഷിയാകാൻ, അങ്ങനെയൊക്കെ ചിലർ പ്രാർത്ഥിക്കുന്നേ. കർത്താവ് ഒറ്റ രാത്രി കൊണ്ട്, 2 മണിക്കൂർ കൊണ്ട്, 5 മിനിറ്റ് കൊണ്ട് ആ കേട്ടതിന്റെ പൂർത്തീകരണം നടക്കണേ. അങ്ങനെ കിട്ടുന്നതല്ല ദൈവമക്കളെ വിടുതൽ എന്ന് പറയുന്നത്. പ്രൈസ് ടു ജീസസ്. അങ്ങനെ അത്ഭുതങ്ങൾ നടക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി ദൈവം പല കാര്യങ്ങളും സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചെയ്തു തരാം. പക്ഷേ ചില വിടുതൽ എന്ന് പറയുമ്പോൾ അതിന് ചില ഘട്ടങ്ങളുണ്ട്. പ്രൈസ് ടു ജീസസ്. അത് ഓരോന്നായിട്ട് നോക്കിയിട്ട് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരിക. ഞാൻ വിടുതലിലേക്ക് എത്താൻ പ്രധാനമായിട്ടും ആ സ്റ്റെപ്പിനെ ഞാൻ മൂന്നായിട്ട് തിരിക്കുകയാ. വിടുതലിന് ഒരു തുടക്ക ഭാഗമുണ്ട്, വിടുതലിന് ഒരു മധ്യഭാഗമുണ്ട്, വിടുതലിന് ഒരു അവസാന ഭാഗമുണ്ട്. ആമേൻ. വിടുതലിന്റെ തുടക്ക ഭാഗം എന്ന് പറയുന്നത് പുറപ്പാടാണ്. എന്താണ്? പുറപ്പാടാണ്. വിടുതലിന്റെ തുടക്ക ഭാഗം എന്ന് പറയുന്നത് പുറപ്പാടാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഞാൻ വേഗത്തിൽ ഇത് പറഞ്ഞിട്ടും ഈ വേദഭാഗത്തിലേക്ക് വരികയാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. എന്താ വിടുതൽ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡെലിവറൻസ്? ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റൊരു സന്ദർഭത്തിലേക്ക്, ഒരു അനുഭവത്തിൽ നിന്ന് മറ്റൊരു പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുന്ന ആ പ്രോസസ്സിനെയാണ് വിടുതൽ എന്ന് പറയുന്നത്. ജീസസ്. ചിലർ പറയത്തില്ലേ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആലയത്തിന്റെ അകത്ത് ആരാധനയ്ക്ക് പോയേ, ഞാൻ പോയതുപോലെ അല്ല സിസ്റ്ററെ മടങ്ങി വന്നത്. ഞാൻ പോയത് ഒരു സാഹചര്യത്തിലായിരുന്നു, പക്ഷേ ആ ആരാധനയിൽ എന്തൊക്കെയോ ദൈവപ്രവൃത്തി എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലും എന്റെ ആത്മാവിലും ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പോയതുപോലെയല്ല. അർത്ഥം, ആ സാഹചര്യത്തിനൊരു മാറ്റമുണ്ടായി, അവരുടെ അനുഭവത്തിനൊരു മാറ്റമുണ്ടായി, അവർ കയറിയിറങ്ങുന്ന സന്ദർഭങ്ങൾക്കൊരു മാറ്റമുണ്ടായി. അർത്ഥം, അവരിൽ എന്തൊക്കെയോ വിടുതൽ സംഭവിക്കുന്നുണ്ട്. എത്ര പ്രാർത്ഥനയിൽ ഇരുന്നിട്ടും, എത്ര മീറ്റിംഗിൽ ഇരുന്നിട്ടും ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ അതേ സാഹചര്യത്തിലും അതേ അനുഭവത്തിലുമാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയും, ആമേ, ഒരു വിടുതൽ ഇന്നും നമ്മളിൽ നടന്നിട്ടില്ല. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. വിടുതൽ നടക്കണമെങ്കിൽ ഒരു സാഹചര്യം, ഏത് സാഹചര്യം? ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന നിരാശയുടെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഇരുട്ടിന്റെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന, ഞെരുക്കുന്ന സാഹചര്യം, അതിൽ നിന്ന് പുതിയ ഒരു സന്തോഷിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ദൈവിക സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് പോകണം. ആ വ്യക്തിയിലാണ് വിടുതൽ നടന്നത് പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കാതെ എങ്ങനെയാ വിടുതലിന്റെ തുടക്ക ഭാഗത്തിന് ദൈവം ആമേസ്തോത്രം തുടങ്ങി വെക്കും? തുടക്ക ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം. എങ്ങനെ? നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം. നോക്ക്, എഴുന്നേൽക്ക എന്നൊരു ദൈവശബ്ദം കേൾപ്പിക്കാൻ ദൈവത്തിന് പറ്റും. പുറപ്പെടുക എന്നൊരു ദൈവിക അരുളപ്പാട് കേൾപ്പിക്കാൻ ദൈവത്തിന് പറ്റും. പുറപ്പെടുവിക്കാൻ വേണ്ടി ചില ദൈവദാസി ദാസന്മാരെ മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കാൻ ദൈവത്തിന് പറ്റും. പക്ഷെ പുറപ്പെടേണ്ടത് നമ്മളാണ്, എഴുന്നേൽക്കേണ്ടത് നമ്മളാണ്, ചലിച്ചു തുടങ്ങേണ്ടത് നമ്മളാണ്. അതിനുള്ള സകല
സകല മുഖാന്തരങ്ങളും സ്വർഗത്തിലെ ദൈവം ഒരുക്കും. പക്ഷെ കണ്ടില്ലെന്ന് നടിച്ചിരിക്കുന്നവർക്കല്ല വിടുതലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അത് പെട്ടെന്ന് സഡൻലി അത് സ്പിരിറ്റിൽ സെൻസ് ചെയ്തിട്ട് ചാടി എഴുന്നേൽക്കുന്നവരാണ് വിടുതലിന്റെ ആദ്യ ഭാഗത്തെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. Praise to Jesus. Hallelujah. Hallelujah. ഈ ദിവസങ്ങളിൽ അങ്ങനെ ദൈവം സംസാരിക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ആദ്യത്തെ ചുവടെടുത്തു വെക്കാൻ കർത്താവ് അരുളി ചെയ്യുന്നുണ്ടോ? ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങൾ എത്ര കണ്ടില്ലെന്ന് നടിച്ചാലും കേട്ടില്ലെന്ന് നടിച്ചാലും ദൈവം വീണ്ടും വീണ്ടും, വേറെ യോഗ്യരായ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, സ്തോത്രം, നിന്നെ തന്നെ പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് വെച്ചിരിക്കുന്ന വിടുതലിലേക്ക് നിന്നെ തന്നെ എൻ്റർ ചെയ്യിപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ കാണിക്കണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ അത്രമാത്രം പ്രിയമായതുകൊണ്ടല്ലേ. Praise to Jesus. Praise to Jesus. വിടുതലിന്റെ ആദ്യഘട്ടം എന്താ? പുറപ്പാട്, എഴുന്നേൽക്കൽ, കാലെടുത്തു വെക്കൽ. Praise to Jesus. ഇനി വിടുതലിനൊരു രണ്ടാം ഘട്ടമുണ്ട്. അത് ഞാൻ പറയാം. വിടുതലിന്റെ അവസാന ഘട്ടമായ മൂന്നാം ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? എഴുന്നേറ്റവർ, പുറപ്പെട്ടവർ എത്തിപ്പെടലാണ്. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട്. അത് ഭൗതിക വിഷയത്തിലുമുണ്ട്, ആത്മീക വിഷയത്തിലുമുണ്ട്. ആ ഡെസ്റ്റിനിയിൽ കൊണ്ടുവന്ന് നമ്മളെ എന്തു ചെയ്യണം? ഉറപ്പിക്കണം. അത് മൂന്നാം ഘട്ടമാണ്. അപ്പൊ ഒന്നാം ഘട്ടമായ പുറപ്പാടും മൂന്നാം ഘട്ടമായ എത്തിപ്പെടലും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു രണ്ടാം ഘട്ടമുണ്ട്. ആ രണ്ടാം ഘട്ടം ഒരു യാത്രയാണ്. ആ യാത്രയിലാണ് ടെസ്സി ആന്റി നിങ്ങൾ ഒരു പക്ഷെ ചെങ്കടലിനെ കാണുന്നത്. ആ യാത്രയിലാണ് നിങ്ങൾ ഒരു പക്ഷെ മരുഭൂമിയെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ആ യാത്രയിലാണ് നിങ്ങൾ ഒരു പക്ഷെ ഫറവോനിയ ശക്തികളെ ഫേസ് ടു ഫേസ് കാണാൻ പോകുന്നത്. ആ യാത്രയിലാണ് പല ചോദ്യങ്ങളും നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ആമേ പുറപ്പെടുവിച്ച ദൈവം, ഒന്നാം ഘട്ടത്തിൽ കൂടെ ഇരുന്ന ദൈവം, എത്തിപ്പെടലായ മൂന്നാം ഘട്ടത്തിലും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവം രണ്ടാം ഘട്ടത്തിലെ ആ യാത്രയിൽ പരിപാലിക്കുമെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളൊക്കെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശുവിന്റെ രക്തം ചെയ്യാം. നമുക്ക് ഈ യാത്ര ഒരു പ്രതിസന്ധിയാ. പലപ്പോഴും നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവമേ, നീ പറഞ്ഞിട്ടാ കാലെടുത്ത് വെച്ചത്, പിന്നെ എന്താ ഈ യാത്ര ഇങ്ങനെ നീണ്ടു പോകുന്നത്? എപ്പോഴാ ഞങ്ങളൊന്ന് എത്തുന്നത്? എത്രമാത്രം ഞങ്ങൾ ഈ ചൂട് സഹിക്കണം? എത്രമാത്രം ഞങ്ങൾ ഈ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകണം? കർത്താവ് പറയാ, കുഞ്ഞെ, നിനക്കത് പ്രതിസന്ധിയാ, പക്ഷെ വാസ്തവത്തിൽ ഞാൻ നിന്നെ പരിപാലിക്കുകയാണ്. അവിടെ എവിടെയാ വചനം കിടക്കുന്നത്? ഞാൻ ഒന്ന് എടുത്തു വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ എവിടുന്നോ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നല്ല വചനത്തിലുണ്ട്. ഹോശിയ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വേഗത്തിലൊന്ന് വായിക്കാമോ? വേഗത്തിൽ. ഹോശിയ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഹോശിയ പ്രവചന പുസ്തകം 12-13. യഹോവ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. കണ്ടോ, അവരായിരുന്ന സാഹചര്യം എവിടെയാ? മിസ്രൈമാണ്. അവിടെ നിന്ന് അവരെ പുറപ്പെടുവിച്ചു. എങ്ങോട്ട്? പാലും തേനും ഒഴുകുന്ന ദേശം. അതായിരുന്നു അവരുടെ ഡെസ്റ്റിനി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് അവർ കടന്നു പോയ ഒരു യാത്രയുണ്ട്. അത് ഇസ്രായേൽ ജനത്തിനൊരു യാത്രയായിരുന്നു. പക്ഷെ ദൈവം അത് എങ്ങനെയാ കണ്ടത്? യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ പാലിക്കപ്പെട്ടു. നിങ്ങൾ ആ വാക്ക് കണ്ടോ? പാലിക്കപ്പെട്ടു. എങ്ങനെ? മരുഭൂമിയാണെങ്കിലും ഫറവോനിയ ശക്തിയാണെങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, എന്തൊക്കെ ചോദ്യമാണെങ്കിലും, ചൂടാന്ന് പറഞ്ഞാലും പാറയാണെന്ന് പറഞ്ഞാലും, എങ്ങനെ ദൈവം പരിപാലിച്ചത്? എങ്ങനെ ദൈവം പാലിച്ചത്? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി. ആ യാത്രയിൽ മന്ന എന്ന് പറയുമ്പോ മന്ന, കാടപ്പക്ഷി എന്ന് പറയുമ്പോ കാടപ്പക്ഷി, പാറ എന്ന് പറയുമ്പോ ഉടനെ വെള്ളം, മാറ എന്ന് പറയുമ്പോ ഉടനെ മധുരം. എന്തിനെങ്കിലും കുറവ് വരുത്തിയോ? അവർ ഇട്ട ചെരുപ്പ് പഴകിയോ? അവർ ഉടുത്ത സ്തോത്രം തുണി ഇല്ലാണ്ടായി പോയോ? എന്തിനെങ്കിലും ദൈവം അവർക്കൊരു കുറവ് വരുത്തിയോ? ഇല്ല. പുറപ്പെടാൻ പറഞ്ഞിട്ട് മാറി നിന്ന് ദൈവം കയ്യും കെട്ടി നോക്കിക്കാണുകയായിരുന്നോ? അല്ല. പുറപ്പെട്ടപ്പോൾ വിടുതലിന്റെ ആദ്യ ഘട്ടത്തിൽ കൈപിടിച്ച ദൈവം മൂന്നാം ഘട്ടത്തിലും കൈപിടിച്ച്
പറഞ്ഞ ദൈവം രണ്ടാം ഘട്ടത്തിൽ ആ യാത്രയിൽ പാലനത്തോടു കൂടെ, പരിപാലനത്തോടു കൂടെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. Praise to Jesus. Praise to Jesus. പ്രധാനമായും 3 തരം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, പുറപ്പെടാൻ പറഞ്ഞിട്ടും പുറപ്പെടാതിരിക്കുന്നവർ. എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടും അവിടെ തന്നെ വാശി പിടിച്ച് കുത്തിയിരിക്കുന്നവർ. 2, പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആവേശത്തോടെ പുറപ്പെട്ടു, പക്ഷെ മരുഭൂമി വന്നപ്പോ തിരിഞ്ഞു നോക്കുന്നവർ, പിന്തിരിഞ്ഞു പോയാലോ എന്ന് ആലോചിക്കുന്നവർ, പാലും തേനും മനസ്സിൽ വിചാരിക്കേണ്ട സമയത്ത് കുഞ്ഞുള്ളിയെയും കൊച്ചുള്ളിയെയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ. Praise to Jesus. Hallelujah. Hallelujah. അല്ല, ആമേസ്തോത്ര, പുറപ്പെടുവിച്ചവൻ കൈപിടിക്കുമെന്ന് ഉറപ്പുള്ളവർ, പരിപാലനത്തിൽ കൈപിടിക്കുമെന്ന് ഉറപ്പുള്ളവർ, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നുള്ള ഉറപ്പോട് കൂടെ ഇന്നും ചിലതിനെ താണ്ടി നടക്കുന്നവർ, ഇതിലേത് കൂട്ടത്തിലാണ് നിങ്ങളെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കാൻ പറയാ. ശാന്താരികൾ കഥയാല രക്തം ജയമെടുക്കുകയാ, രക്തം ജയമെടുക്കുകയാ, രക്തം ജയമെടുക്കുകയാ. ഞാൻ ഇന്ന് ഈ വായിച്ച വേദഭാഗവുമായി ഇത് കണക്ട് ചെയ്യുന്നതിന് മുൻപ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, മെസ്സേജിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ കേട്ടോ. ആമേസ്തോത്രം. അതിലേക്ക് വരുന്നതിന് മുൻപ് ആത്മാവ് ഒരു പ്രാവശ്യവും കൂടി ഇന്ന് രാത്രി ഒരു ദൈവശബ്ദം കേൾപ്പിക്കാം. മോനെ, നീ ആയിരിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അത് പെർമനന്റ് ആയിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയതല്ലടാ. നീ ആയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ നിന്നെ ഇട്ടേക്കാൻ വേണ്ടി ഒരുക്കിയതല്ല, അത് താൽക്കാലികമാ കുഞ്ഞെ. നിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. തട്ടി ഉണർത്തുമ്പോൾ എലിയാവേ, നീ എത്ര ക്ഷീണിച്ച് കിടക്കുന്നെന്ന് പറഞ്ഞാലും ചാടി എഴുന്നേറ്റോണം കേട്ടോ. ഹോരേബോളം ഓടുവാനുള്ള ശക്തി തന്ന് ആമേ നിങ്ങളെ ഓടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തേ? നിങ്ങൾക്കായി മാത്രം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഡെസ്റ്റിനി, അതിന്റെ അകത്തേക്ക് നിങ്ങളുടെ കാൽ പതിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയും ദൂത് പറയുകയാണ്. രക്തം ജയമെടുക്കുകയാണ്, രക്തം ജയമെടുക്കുകയാണ്. ഇനി വേഗത്തിലായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വന്നേ. ഈ 3 ഘട്ടങ്ങൾ ഓർമ്മയുണ്ടല്ലോ. പുറപ്പാട്, പരിപാലനം, എത്തിപ്പെടൽ. തുടക്കം, മധ്യഭാഗം, അതിന്റെ അവസാന ഭാഗം. ഇനി നോക്കിക്കേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് ഞാൻ പറയുന്നു, ഈ മനുഷ്യന് 38 വർഷമായി കാത്തു കിടന്ന ഈ മനുഷ്യന് കിട്ടിയത് വെറും ഒരു സൗഖ്യമല്ല, വിടുതലാണ്. കിട്ടിയത് ചുമ്മാതൊരു ഹീലിംഗ് അല്ല, അത് നിലനിൽക്കുന്ന ഒരു ഡെലിവറൻസ് ആയിരുന്നു. സൗഖ്യം മേടിച്ച് പോയ അച്ചാച്ചന്മാരെ ഒത്തിരി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. അപ്പം തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയവരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നിലനിൽക്കുന്ന വിടുതൽ അനുഭവിച്ചവരെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഞാനത് തെളിയിക്കാം. നോക്ക്, 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയാം, ബെഥേസ്ദ എന്ന് പറയുന്ന കുളം, അവിടെ 5 മണ്ഡപം, അവിടെ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗി, ഇങ്ങനെ വലിയൊരു കൂട്ടം, ഒരു ലാർജ് ക്രൗഡ് തന്നെ, ഒരു ബിഗ് ക്രൗഡ് തന്നെ, മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾസ്, ഒത്തിരി ആൾക്കാർ, കൗണ്ട്ലെസ് ആൾക്കാർ അവിടെ കിടക്കുകയാണ്. ഇതിന്റെ നടുവില് ഒരു മനുഷ്യനെ ഫോക്കസ് ചെയ്തുകൊണ്ട് യേശു വരികയാണ്. ഒത്തിരി പേരുള്ളപ്പോഴും യേശു ഒരുവനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇതിനു മുമ്പും മറ്റ് പലര് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ സൗഖ്യം മേടിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ കർത്താവ് ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന, കർത്താവ് ലക്ഷ്യം നോക്കിക്കൊണ്ട് വരുന്ന ഈ മനുഷ്യന് വെറുതെ ഒരു സൗഖ്യമല്ല, ഒരു വിടുതലാണ് ഈ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ മനുഷ്യൻ 38 വർഷം കൊണ്ട് എന്ത് ചെയ്യുക? കാത്തു കിടക്കുക. 38 വർഷം കൊണ്ട് കാത്തു കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കും, ഈ മനുഷ്യനോട് ആദ്യം ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുമ്പോൾ ആ പദം അങ്ങനെയാണ് കേട്ടോ. എഴുന്നേറ്റ്
എഴുന്നേറ്റ് നടക്കാം. ഈ മനുഷ്യനായിരിക്കുന്ന സാഹചര്യം എങ്ങനത്തെ സാഹചര്യ? കുറെ രോഗികൾ, കുറെ വ്യാധിക്കാർ, കുറെ കുരുടര്, മുടന്തര്, നാനാ രോഗികൾ കിടക്കുന്ന സാഹചര്യമാണ് ഈ മനുഷ്യനായിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ നിന്ന് ഈ മനുഷ്യനെ ഒരു വിടുതലിലേക്ക് നയിക്കാൻ ദൈവം ആദ്യത്തെ ഘട്ടത്തെ യൂസ് ചെയ്യാ. എന്താ ആദ്യ ഘട്ടം? പുറപ്പാട്. എന്താ ആദ്യ ഘട്ടം? പുറപ്പാട്. എഴുന്നേൽക്കൽ. മോനെ, നിനക്ക് സൗഖ്യം വേണോ? ഓക്കെ, സൗഖ്യം തരാം. പക്ഷെ നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. ഇവിടെ സൗഖ്യമല്ല വിഷയം, ഇവിടെ ഡെലിവറൻസ് ആണ് വിഷയം. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 38 വർഷം കൊണ്ട് ഒരു സ്ഥലത്ത് കിടക്കുന്ന മനുഷ്യന് അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് കാണും, ഫ്രണ്ട്ഷിപ്പുകൾ കാണും. ഇപ്പുറത്ത് കിടക്കുന്ന ഈ പേരുകൾ ഇതിനകത്തുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഹൃദയത്തിൽ തോന്നുന്ന 2-3 പേരുകൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇപ്പുറത്ത് കിടക്കുന്ന ജോണച്ചായനും അപ്പുറത്ത് കിടക്കുന്ന രാഴ്ചാനും ഒക്കെ ഈ മനുഷ്യന്റെ ചങ്ക് ഫ്രണ്ട്സ് ആയിട്ട് 38 വർഷം കൊണ്ട് ഇടത്തും വലത്തും നിൽക്കുക. എഴുന്നേൽക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നോട്ടവും ചിന്തയൊക്കെ ഇടത്തോട്ടും വലത്തോട്ടും പോകും. പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ? ചിലപ്പോ പലരോടും പല കമ്മിറ്റ്മെന്റ്സ് കാണുന്നു, പലരോടും പലതും പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാ. ഉറ്റ സുഹൃത്തുക്കളും ഒക്കെ, എടാ എങ്ങോട്ടാ നീ പോകുന്നത്? ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. എങ്ങോട്ടാ നീ ചാടി എഴുന്നേൽക്കുന്നത്? നമ്മൾ കണ്ടുവന്നത് ദൂതൻ വരുമ്പോഴല്ലേ സൗഖ്യം നടക്കുന്നത്. നമ്മൾ കണ്ടുവന്നത്, നമ്മുടെ ട്രഡീഷൻ എന്താ? നമ്മുടെ ട്രഡീഷൻ എന്തുവാ? ദൂതം വരും, കുളം കലക്കും, ആദ്യം ഇറങ്ങും, സൗഖ്യം പ്രാപിക്കും. ഈ ട്രഡീഷനെ കീറി മുറിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി നടക്കുമ്പോ പല ചോദ്യങ്ങളുണ്ടാകും. കണ്ടുവന്ന കാര്യങ്ങൾക്ക് വിപരീതമായി എന്തെങ്കിലും ദൈവം പറയുമ്പോ പലരോടും പല ആൻസറും പറയേണ്ട ഒരു കടമ നമ്മളിലുണ്ട്. പല കമ്മിറ്റ്മെന്റും നമുക്ക് കാണും. പക്ഷെ ഇവിടെ അതാണോ വിഷയം? ഇവിടെ അതല്ല വിഷയം. ഇവിടെ രാഴ്ചാന്റെയും ജോണച്ചാന്റെയും വാക്ക് കേൾക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നിലവാരത്തിൽ അത്രയും ആൾക്കാർ അവിടെ കിടക്കുമ്പോഴും എന്നെ മാത്രം തേടി ഒരുവൻ വരുന്നുണ്ടെങ്കിൽ, എന്നെ വ്യക്തമായ വ്യത്യസ്തമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കണ്ടതുകൊണ്ടല്ലേ? ആണോ? അല്ലേ? അതെ. അവിടെ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ ചെവി തുറന്ന് കേട്ടോ. നിങ്ങളെ വ്യത്യസ്തമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ കണ്ടതെങ്കിൽ ഫസ്റ്റ് ട്രഡീഷനുകളെ ദൈവം പൊളിക്കും. കണ്ടുവരുന്ന സകലത്തെയും ദൈവം പൊളിക്കും. പ്രൈസ് ടു ജീസസ്. ഇതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തിക്ക് തുടക്കം എന്ന വണ്ണം കുഞ്ഞെ, നിന്നോട് എഴുന്നേൽക്കാൻ പറയുമ്പോൾ ഇപ്പൊ നീ മനുഷ്യരെ നോക്കല്ലേ, ഇടത്തും വലത്തും നോക്കല്ലേ. ആമേൻ. അത് അഹങ്കാരത്തിന്റെ സൂചനയല്ല ദൈവമക്കളെ. എനിക്കാരും വേണ്ട, ഞാൻ പോകും. നോ നോ നോ. അത് അഹങ്കാരത്തിന്റെ സൂചനയല്ല. അത് വ്യക്തമായി ആരാണ് പുറപ്പെടാൻ പറഞ്ഞത് അവനിലുള്ള വിശ്വാസത്തിന്റെ പ്രദർശനമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല, ഞാനിത് പറയുമ്പോഴും ആമേൻ ഗെറ്റപ്പ് എന്നൊക്കെ ചിലരോട് പറയാം. ഗെറ്റപ്പ്, ബി റെഡി, 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 റെഡി. ചിലതിനു വേണ്ടി റെഡിയാകട്ടെ. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിടുതലിന്റെ തുടക്ക ഭാഗം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുക. അതിന്റെ പൂജ എന്താ വേണ്ടത്? നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കാൻ റെഡിയാണ്. അടുത്ത ഘട്ടം എന്താണ്? അടുത്ത ഘട്ടം എന്താണ്? കർത്താവ് പറയാം, നീ എഴുന്നേറ്റ പോരാ, നീ നടക്കണം. അങ്ങനാണോ വാക്യം? വിടുതലിന്റെ 2ാം ഘട്ടം നമ്മൾ എന്താ പറഞ്ഞത്? യാത്ര, യാത്ര. നീ നടക്കണം, നീ നടക്കണം, നീ നടക്കണം. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിൽ എഴുന്നേറ്റവർ ഇതിനകത്തുണ്ട്, പക്ഷെ നടന്നു തുടങ്ങാത്ത പലരും ഇതിനകത്തുണ്ട്. എഴുന്നേറ്റിട്ട് നടക്കാതിരുന്നാൽ പ്രയോജനമില്ല. അവിടെ തന്നെ നേരത്തെ ഇരുന്നു, ഇപ്പോൾ എഴുന്നേറ്റു, അത്ര വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇരിക്കുമായിരുന്നു അവിടെ, ഇപ്പൊ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന അത്ര വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നടന്നു തുടങ്ങാതെ വിടുതലിന്റെ പ്രോഗ്രസിങ് നടക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹാലേലൂയ, ഹാലേലൂയ. അതിന് എഴുന്നേൽക്കാൻ പറഞ്ഞ കർത്താവ് രണ്ട് കയ്യും കൊണ്ടുവന്ന് നമ്മുടെ കാല്, നിന്റെ കാല് നീ ഫോഴ്സ് ചെയ്തെടുത്ത് വെക്കുക. ഇങ്ങനൊന്നും പറയത്തില്ല. നടക്ക എന്നുള്ള ഒറ്റ ശബ്ദം. ആരാണോ നടക്കുന്നത് അവൻ ഡെസ്റ്റിനിയിൽ കയറും. Praise to Jesus. Praise to Jesus. Praise to Jesus. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കണേ, എഴുന്നേൽക്കുമ്പോൾ നാട്ടുകാരോട്, കൂട്ടുകാരോട്, വീട്ടുകാരോട് പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞ ആദ്യ ഭാഗം. പക്ഷെ നടന്നു തുടങ്ങുമ്പോൾ ഈ എന്തു പറയുന്നേ, തടസ്സമായി നിൽക്കുന്നത്, ഇടഞ്ഞു നിൽക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും അല്ല സിന്ധു സിസ്റ്ററെ. നടന്നു തുടങ്ങുമ്പോൾ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാ. അതുകൊണ്ടാ കർത്താവ് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോടാ? നിനക്ക് മനസ്സുണ്ടോ? ഇത്രയും കാലം നീ കിടക്കുകയായിരുന്നു, നീ ഇരിക്കുകയായിരുന്നു. പക്ഷെ നീ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോ ബാലൻസ് തെറ്റുന്നത് പോലൊക്കെ തോന്നും. പക്ഷെ ബാലൻസ് തെറ്റിപ്പോകത്തില്ല കേട്ടോ. നടന്നു തുടങ്ങുമ്പോൾ ഒരുവൻ കരം പിടിച്ചിട്ടുണ്ട്. ബാലൻസ് തെറ്റിപ്പോകത്തില്ല. നടന്ന് പരിചയമില്ലാത്ത സ്ഥലമാണ്. ഇത്രയും കാലം നടക്കാതിരുന്ന് നടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാ, ഒരു ബാലൻസും തെറ്റിപ്പോകത്തില്ല. മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ നിന്ദാപാത്രമാകത്തില്ല. നീ നടക്കുന്ന ഉടനീളം ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കും. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. നമ്മളെ മൂന്നായിട്ടാ കാറ്റഗറൈസ് ചെയ്യുന്നത്: ബോഡി, സ്പിരിറ്റ്, സോള്. ബോഡി എന്ന് പറയുന്നത് വേൾഡ്ലി കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ലോകവുമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിന് പോകുന്നു, നമ്മൾ പാലും മുട്ടയും കഴിക്കുന്നു, നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നു, നമ്മൾ ഡയറ്റ് ചെയ്യുന്നു, സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് നടക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ജഡം എപ്പോഴും, ശരീരം എപ്പോഴും ലോകം, അതിനോട് ഇങ്ങനെ ഉള്ള ഒരു വേൾഡ്ലി ലോകവുമായിട്ട് ഭയങ്കര അതുമായിട്ട് ഭയങ്കര കോൺഷ്യസ് ആട്ടാ. പക്ഷെ സോൾ എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് പറയുന്നത്, അതിനകത്താണ് ഇമോഷൻ കിടക്കുന്നത്, അതിനകത്താണ് ചിന്തകൾ കിടക്കുന്നത്, അതിനകത്താണ് വിചാരങ്ങൾ കിടക്കുന്നത്. അതെപ്പോഴും സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. എങ്ങനെ? അതെപ്പോഴും സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. കണ്ടിട്ടില്ലേ? വീട്ടിൽ അച്ഛന്മാര് ഹാലിൽ ഭാര്യമാരോട് പറയും, മോളെ നീ അങ്ങനെ ചെയ്യണേ. അപ്പൊ ഭാര്യ പറയും, ഞാൻ പറയുന്നതാ ശരി. അതെന്താ? ഞാനേ ശരിയുള്ളൂ, എന്റെ മനസ്സ് പറയുന്നു, ഞാൻ പറയുന്നതാണ് ശരി. എപ്പോഴും അവനവനിലേക്ക് മാത്രം. അതാണ് സോളിന്റെ പ്രത്യേകത. എന്റെ ചിന്ത, എന്റെ വിചാരം, എന്റെ ബുദ്ധി, എന്റെ ഇമോഷൻ സെൽഫാണ്. പക്ഷെ നിങ്ങളുടെ സ്പിരിറ്റ് വേൾഡുമല്ല, സെൽഫുമല്ല, ഗോഡാണ്, ഗോഡ്ലിയാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആത്മാവ് അവസാനം ദൈവത്തിങ്കിലേക്കേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ മനുഷ്യന്റെ ശരീരത്തിന് ഒരു വിടുതൽ കിട്ടിയോ? കിട്ടി എന്ന് പറയുന്നവരെ കൈകൾ ഉയർത്തിയേ. കിട്ടി. ഇനി എന്താ പ്രശ്നം? ഈ മനുഷ്യന്റെ മാനസിക തലം നടന്നു തുടങ്ങുമ്പോൾ മനസ്സ് ഒടക്കാൻ സാധ്യതയുണ്ട്, മനസ്സെതിർക്കാൻ സാധ്യതയുണ്ട്. ചെയ്യുന്നത് ശരിയാണോ? പ്രൈസ് ടു ജീസസ്. അവരറിഞ്ഞാൽ എന്നാ പറയും? വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഭർത്താവ് അറിഞ്ഞാൽ കാര്യങ്ങൾ നന്നായി പോകുമോ? മനസ്സ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓരോന്ന് കയറി വരുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആരാ പറയുന്നത്? ഇത് നാട്ടുകാരല്ല പറയുന്നത്, ഇത് മാനസിക തലമാണ് പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയാ, മനസ്സിനെ മെരുക്കി സോളിനെ ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. സ്വർഗത്തിലെ ദൈവം ചുമ്മാതെ ഒരു കാര്യവും പറയുകയില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യാൻ ശക്തനാണ്. ഞാനിത് പറയുമ്പോൾ എപ്പോഴും മാനസിക തലങ്ങളെ ഇങ്ങനെ എന്ത് പറയുന്നേ, വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഇന്ന് രാത്രി വിടുതൽ
കൽപ്പിച്ചുകൊണ്ട് പറയില്ല, എന്റെ മനസ്സ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വരുതിയിൽ വരത്തക്ക നിലവാരത്തിൽ നമ്മുടെ മെന്റൽ കേപ്പബിലിറ്റിയെ, നമ്മൾ മെന്റൽ സ്റ്റെബിലിറ്റിയെ അത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെങ്കിലും മനസ്സ് ചാഞ്ചാടുന്നുണ്ടോ? എവിടെങ്കിലും നിങ്ങൾ പറയുന്നിടത്ത് മനസ്സ് നിൽക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് പറയാ, മാനസിക തലങ്ങളെ തൊടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസിക ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 38 വർഷമായി കിടക്കുന്നവൻ പറയാ, എനിക്ക് മനസ്സുണ്ട്. മനസ്സുണ്ട് എന്ന് ഡയറക്റ്റ് പറയുന്നില്ല, പക്ഷെ അവന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ യേശുവിന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്, ഇവൻ മാനസികമായി റെഡിയാണ്. ഇവൻ ശാരീരികമായി മാത്രമല്ല, ഇവൻ മാനസികമായും റെഡിയാണ്. അനേക പേരുടെ വാക്കുകളെയൊക്കെ കേട്ടില്ല എന്ന് നടിച്ച് ഇവൻ എഴുന്നേറ്റു, ഇവൻ നടന്നു, ഇവൻ നടന്നു. ഇവിടെ സൗഖ്യം വന്നു എന്ന് ആദ്യഘട്ടത്തിൽ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അതിന്റെ 9ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. ഈ മനുഷ്യന് 9ാമത്തെ വാക്യത്തിൽ എത്തുമ്പോഴേക്കും സൗഖ്യം വന്നു. സൗഖ്യം വന്നു എന്ന് പറയുന്നവർ ആ കരങ്ങൾ ഉയർത്തിയ, സൗഖ്യം വന്നു, സൗഖ്യം വന്നു. ഈ മനുഷ്യന് സൗഖ്യമായോ സിന്ധു സിസ്റ്ററെ? സൗഖ്യമായി. പക്ഷെ എന്റെ വിഷയം അതല്ല. ഈ മനുഷ്യന് സൗഖ്യമായി, പക്ഷേ വിടുതലായി. ഈ മനുഷ്യനൊരു ഹീലിംഗ് കിട്ടി, പക്ഷേ ദൈവം ആഗ്രഹിച്ച ഡെലിവറൻസ്, വിടുതൽ ഈ മനുഷ്യനിൽ വന്നു. ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടോ? നിങ്ങൾ പറയണം, ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടോ? പൂർത്തീകരിക്കപ്പെട്ടു. എന്താ? ഈ മനുഷ്യൻ ബെഥേസ്ദയിൽ നിന്ന് പുറപ്പെട്ടു. 2ാമത്തെ ഘട്ടം യാത്രയാ, അത് വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു. കാരണം ഈ മനുഷ്യൻ നടന്നു തുടങ്ങി, അപ്പോഴേക്ക് സൗഖ്യമായി. പക്ഷേ വിടുതലിന്റെ 3ാം ഘട്ടത്തിൽ എത്തിയെങ്കിലല്ലേ വിടുതൽ നടന്നു എന്ന് പറയാൻ പറ്റൂ. എന്താ 3ാം ഘട്ടം? എത്തിപ്പെടൽ. അപ്പൊ ഈ മനുഷ്യൻ, ബെഥേസ്ദയിൽ നിന്ന് പുറപ്പെട്ട ഈ മനുഷ്യൻ, എഴുന്നേറ്റ ഈ മനുഷ്യൻ, നടന്നു തുടങ്ങിയ ഈ മനുഷ്യൻ, ആ സ്തോത്രം, കർത്താവ് ആഗ്രഹിച്ച ചിലയിടങ്ങളിൽ എത്തിപ്പെടണം. എത്തിപ്പെട്ടോ? എത്തിപ്പെട്ടു. വിടുതൽ എപ്പോഴാ നടന്നതെന്ന് അറിയാമോ? സൗഖ്യം നടന്നത് 9ാമത്തെ വാക്യത്തിലാണെങ്കിൽ വിടുതൽ നടന്നത് 14ാമത്തെ വാക്യത്തിലാണ്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? സൗഖ്യം നടന്നത് 9ാമത്തെ വാക്യത്തിലാണെങ്കിൽ വിടുതൽ നടന്നത് 14ാമത്തെ വാക്യത്തിലാണ്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? 14ാമത്തെ വാക്യം പറയുന്നു, അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. എങ്ങനെ? അനന്തരം യേശു അവനെ ആലയത്തിൽ വെച്ച് കണ്ടു. ഈ മനുഷ്യന് സൗഖ്യം കിട്ടിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് പിന്നെ യേശു മീറ്റ് ചെയ്തെന്നല്ല, പബ്ബിൽ വെച്ചോ ക്ലബിൽ വെച്ചോ കണ്ടെന്നല്ല. അന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് നീ പോയ പോക്കി പിന്നെ ഞാൻ ഈ കല്യാണ പാർട്ടിയെ വെച്ചിട്ടാണല്ലോ നിന്നെ കാണുന്നതെന്ന് ചില പാസ്റ്റർമാര് പറയുന്ന നടപടിയല്ല ഇത്. അന്ന് സൂമി ടീം വന്ന് സാക്ഷ്യം പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് കൊച്ചിന്റെ കല്യാണവും നടന്നു, ജോലിയും കിട്ടിട്ട് ആ പോയ പോക്ക. പിന്നെ എവിടെയോ ആ ഹല്ലേലൂയ ഒരു ഗെറ്റ് ടുഗദറിന് വെച്ചിട്ടാണല്ലോ. നോ, അതല്ല ഇത്. ആ പരിപാടി അല്ല ഇത്. ഇവനെ കർത്താവ് ആക്കാൻ ആഗ്രഹിച്ച ഡെസ്റ്റിനി ഒരു ആലയമായി. ബെഥേസ്ദയിൽ നിന്ന് പുറപ്പെടി വെച്ച് വിടുതലിന്റെ ആദ്യഘട്ടം തുടങ്ങി വെച്ച് അവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുമ്പോൾ മാനസികമായി ഒരുക്കി ഇവൻ നടന്നു തുടങ്ങി സൗഖ്യത്തെ പകർന്ന് വിടുതലിന്റെ 2ാം ഘട്ടത്തിലൂടെ കയറ്റി ഇറക്കി ആലയത്തിൽ വെച്ച് യേശു മുഖാമുഖമായി കാണുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. അർത്ഥം, നിനക്ക് ആത്മീകമായി കൂടെ ഒരു ഹീലിംഗ് സംഭവിക്കാം. ശരീരത്തിൽ തുടങ്ങി മാനസിക തലങ്ങളിൽ കൂടെ കയറ്റിയിറക്കി സ്പിരിച്വലി കാര്യങ്ങൾ ചെന്ന് അവസാന
അവസാനിപ്പിച്ചപ്പോഴാണ് ഈ മനുഷ്യന്റെ വിടുതൽ പൂർത്തീകരിക്കപ്പെട്ടത്. രക്തത്താലും ജയമെടുക്കുന്നു യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില് നമുക്ക് പുറപ്പെട്ട തന്നെ വലിയ കാര്യം. ആഹാഹാ, ഞാൻ പുറപ്പെട്ടു, ഞാൻ കുറെ നിന്ദ കിട്ടു, ഞാൻ കുറെ പരിഹാസം കിട്ടു, ഞാൻ അതൊന്നും കാര്യാക്കിയില്ല സിസ്റ്ററെ, ഞാൻ പിടിച്ചു നിൽക്കാം, ഞാൻ പുറപ്പെട്ടു. അപ്പോഴേ നമ്മൾ പറയുന്നത് വിടുതലായി വിടുതലായി. നോ, അത് ആദ്യ ഘട്ടമാണ്. ചിലര് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രൗഡ്. അയ്യോ ഞാൻ നടക്കുന്നു, കണ്ടോ ഒത്തിരി പേര് വീട് പോയി, പക്ഷെ ഞാൻ സ്റ്റിൽ നടക്കുകയാ, ഒന്നും ആയിട്ടില്ല ആറ്റി, അത് രണ്ടാം ഘട്ടമാ. പക്ഷേ നിന്നെ കാണേണ്ടടുത്തു വെച്ച് കർത്താവ് കാണുമ്പോൾ, ആമേൻ, ദൂതൻ വരുമ്പോഴും കുളം കലക്കുമ്പോഴും കുളം ഇളക്കി മറിക്കുമ്പോഴും ആദ്യം ചാടുമ്പോഴും സൗഖ്യം പ്രാപിക്കുന്നവരും വേറെ പല വഴിയരികൾക്കകത്ത് പോകുമ്പോൾ വ്യത്യസ്തമായ ദൈവപ്രവൃത്തി നേരിട്ടവൻ അങ്ങനെ ഇറങ്ങി പോകാനുള്ള പ്രമാണമില്ല. അവൻ ആലയത്തിന്റെ അകത്ത് കയറണം, അവൻ ആലയത്തിന്റെ നന്മ അനുഭവിക്കണം, അവൻ ആലയത്തിന്റെ ആരാധനയുടെ രുചി എന്തെന്നറിയണം, അവൻ ആലയത്തിന്റെ അകത്ത് വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ ആഴം എന്തെന്നറിയണം, അവൻ ആലയത്തിന്റെ അകത്ത് കാഴ്ച വിട്ടണം. Praise to Jesus. Praise to Jesus. Praise to Jesus. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യമായി അതുവഴി പോയിരുന്നെങ്കിൽ കർത്താവ് പറയാൻ വെച്ചിരുന്ന ഒരു ദൂതും കൂടെ ഉണ്ടായിരുന്നു. അത് പറയാൻ പറ്റിയില്ല. ആലയത്തിൽ വെച്ച് കണ്ടപ്പോഴാ ബാക്കി പറയുന്നത്. പെൻഡിങ്ങിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം പറയുന്നത് ബെഥേസ്ദയെ വെച്ചിട്ടല്ല, യാത്രകളുടെ ഇടയിലും വെച്ചിട്ടല്ല, പെൻഡിങ്ങിൽ കിടക്കുന്ന ദൈവശബ്ദം കാണേണ്ടടുത്ത് വെച്ച് കാണുമ്പോഴാണ് കർത്താവ് കൈമാറുന്നത്. കേട്ടോ, യേശുവിന്റെ നാമത്തില് ഞാൻ ഇത് പറയുമ്പോൾ പറ, വ്യക്തമായ ഒരു ഡെസ്റ്റിനി ഒരുക്കിയിട്ട പുറപ്പെടാൻ ദൈവം എന്നോട് പറഞ്ഞത്. ചുമ്മാതെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷക്കാരെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനല്ല കർത്താവ് എന്നെ കണ്ടത്. പുറപ്പെടാൻ പറയുമ്പോൾ എന്റെ ദൈവം, ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായ ഒരു ഡെസ്റ്റിനി ഒരുക്കി വെക്കാതെ എന്റെ ദൈവം ആരോടും പുറപ്പെടാൻ പറയത്തില്ല. ആദ്യം ദൈവം ഒരുക്കേണ്ടത് ഒരുക്കും. കേട്ടോ, ആദ്യം ദൈവം ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കും. ആദ്യം ദൈവം അറേഞ്ച് ചെയ്യേണ്ടതെല്ലാം അറേഞ്ച് ചെയ്യും. എന്നിട്ട് ദൈവം പറയും പുറപ്പെട്, പുറപ്പെട്, പുറപ്പെട്. നമ്മൾ പക്ഷെ ഇത് കാണുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പല സംശയങ്ങൾ. കർത്താവ് പറയാം, എടാ ഞാൻ ഒരുക്കേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കുഞ്ഞ നിന്നോട് എഴുന്നേൽക്കാൻ പറയുന്നത്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ശരീരത്തിൽ സൗഖ്യം കിട്ടിയവരാണെങ്കിൽ അടുത്തത് മാനസിക നിലവാരങ്ങൾ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവിടം കൊണ്ട് തീർക്കരുത്. കർത്താവേ, ആത്മാവിനെ കൂടെ ആലയത്തിന്റെ അകത്ത് കയറ്റി എന്താ എന്നോട് ഇനിയും സംസാരിക്കാനുള്ളത് അതും കൂടെ സംസാരിച്ച് എന്നെ ആ വിടുതലിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കണമെന്ന് എത്ര പേര് പറയുന്നുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്, 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 ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇത് പറയുമ്പോൾ കയറി വരുന്ന ഒരു വേദഭാഗം പ്രവചനാത്മാവിൽ പ്രവചിക്കുകയാണ്. പൗലോസേ, നിന്റെ സാഹചര്യം എന്താ? നീ സഭയെ ഉപദ്രവിക്കുന്നവനാണ്, നീ കർത്തൃദാസന്മാരെ കുറ്റം പറയുന്നവനാണ്, നീ എല്ലാം അറിയാം, ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചു എന്നുള്ള ഭാവത്തിനകത്ത് നീ സഭയെ വേദനിപ്പിക്കുന്നവനാണ്. അതല്ല നിന്റെ സാഹചര്യം. പക്ഷേ അവിടെ നിന്ന് നിനക്കൊരു പുറപ്പാടുണ്ട്. എവിടെയാ നിന്റെ ഡെസ്റ്റിനി? നീ സഭയെ പണിയേണ്ടവനാണ്, ആലയങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടവനാണ്, കർത്തൃദാസന്മാരെ ചേർത്തു നിർത്തേണ്ടവനാണ്, ഒരുപാട് നിജപുത്രന്മാരെ, ആത്മീക പുത്രന്മാരെ അവർക്ക് വേണ്ട ജന്മം കൊടുക്കേണ്ടവനാണ്, ഒരുപാട് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവനാണ്. ഇരുന്ന് വായിച്ച് ആശ്വസിക്കാൻ തക്ക നിലവാരത്തിനകത്തുള്ള ലേഖനങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടവനാണ്. സഭയെ ഉപദ്രവിക്കുന്നവരിൽ നിന്നും സഭയെ കെട്ടിപ്പൊക്കുക എന്നുള്ള വലിയ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുക എന്നുള്ളത്, അതിന്റെ ഇടയ്ക്കൊരു യാത്രയുണ്ട് പൗലോസേ നിനക്ക്. അതാണ് 3.5 വർഷക്കാലമുള്ള അറബ്യ മരുഭൂമി. മനസ്സിലാകുന്നുണ്ടോ? ആ മരുഭൂമിയിലും കൂടെ നടന്ന ശിഷ്യന്മാരെ പോലെ തന്നെ അവർക്ക് പോലും പിടികിട്ടാത്ത പലതും നിന്നെ ദൈവം കാണിക്കും. എനിക്കറിയില്ല എല്ലാവരും ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ആ സാഹചര്യത്തിൽ നിന്ന് ഈ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇപ്പോഴായിരിക്കുന്ന അറബിയ മരുഭൂമിയിൽ മറ്റ് പലർക്കും പിടിക്കാൻ പറ്റാത്തത് നിങ്ങൾ പിടിക്കും.
അത് ദൈവം ആ മരുഭൂമിയുടെ അകത്ത് കൂടുണ്ടെന്ന്. ചിലര് പറയും ആ മരുഭൂമി ഒന്ന് ഒഴിവാക്കി തരാമെങ്കിൽ വളരെ നന്നായിരിക്കും. കർത്താവ് പറയും പറ്റത്തില്ല. ആ മരുഭൂമിയാ നിന്നെ പണിയുന്നത്, ആ മരുഭൂമിയാ നിന്നെ ഒരുക്കുന്നത്, ആ മരുഭൂമിയാ നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ആ മരുഭൂമിയാടാ സഭയെ ഇല്ലാണ്ടാക്കണമെന്നുള്ള നിന്റെ മനുഷ്യന്റെ അകത്തു നിന്ന് സഭയെ നന്നാക്കണമെന്നുള്ള ഒരു പുതിയ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നത്. ആ മരുഭൂമിയാണ് നിന്നെ നീയാക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് മൂന്നാം ഘട്ടം. Praise to Jesus. Hallelujah. 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 എത്ര പേര് ഇന്ന് ആമസ്തോത്രം ആത്മാവിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആമസ്തോത്രം 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ആമസ്തോത്രത്തിന്റെ വാക്കുകൾക്ക് വിരാമമിടാം. പക്ഷേ അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ചോദിക്കാം, നിങ്ങൾ 1-ാം ഘട്ടത്തിലാണോ, നിങ്ങൾ 2-ാം ഘട്ടത്തിലാണോ, നിങ്ങൾ 3-ാം ഘട്ടത്തിലാണോ? Praise to Jesus. Hallelujah സ്തോത്രം. നിങ്ങൾ പുറപ്പാടിലാണോ, നിങ്ങൾ യാത്രയിലാണോ, അതോ നിങ്ങൾ ചിലയിടത്തേക്കൊക്കെ എത്തുവാൻ സ്തോത്രം ഇനി ചില നിമിഷങ്ങൾ മാത്രം ബാക്കിയുണ്ടെന്നുള്ള നിലവാരത്തിനകത്ത് നിൽക്കുകയാണോ? ഹല്ലേലൂയ സ്തോത്രം. ആരൊക്കെ മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരു ദൈവം കരം പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പറയണം, ഈ ദിവസങ്ങളിൽ ദൈവ ശബ്ദത്തിനനുസരിച്ച് ഞാൻ ചലിക്കും. ഈ ദിവസങ്ങളിൽ ദൈവ നിയോഗങ്ങൾക്കനുസരിച്ച് ഞാൻ ചലിക്കും. ഇവിടെ വിഷയം എന്റെ ട്രഡീഷൻ അല്ല, ഇവിടെ വിഷയം എന്റെ കൂട്ടുകാരല്ല, ഇവിടെ വിഷയം നാളിതുവരെ ഈ 38 വർഷം എന്റെ കൂടെ കടന്നവരല്ല, ഇവിടെ വിഷയം എന്റെ എഴുന്നേൽപ്പാണ്. രക്തത്താല് ജയമെടുക്കുന്നു, രക്തത്താല് ജയമെടുക്കുന്നു, രക്തത്താല് ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്. പടക് വല്ലാതെ ആമസ്തോത്രം. ഇതൊക്കെ കർത്താവ് ഇങ്ങനെ ആമസ്തോത്രം പറയുന്ന ദൈവശബ്ദങ്ങളാട്ടോ. പടക് വല്ലാതെ ഇങ്ങനെ ആടി ഉലയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം ആമസ്തോത്രം ഒത്തിരി വെട്ടം ദൈവഭക്തന്മാരോട് പറഞ്ഞിട്ടുള്ളതാ. പേടിക്കല്ലേ, പേടിക്കല്ലേ, പേടിക്കല്ലേ. നാളെ കാലത്ത് നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടവനാ. നാളെ കാലത്ത് നീ റോമയിൽ സാക്ഷീകരിക്കേണ്ടവനാ. കണ്ടോ, നാളെ എന്താകുമെന്ന് ഇന്നേ അറിയാവുന്ന ദൈവം പറയാ. ഇന്നലെ പറഞ്ഞ ദൂതുകൾക്കനുസരിച്ചുള്ള സാഹചര്യമല്ല ഇന്ന് കാണുന്നത്. ഇന്നലെ പറഞ്ഞ വാക്തത്വം എന്തായിരുന്നു? ചിലയിടത്ത് എത്തിക്കും. ഇന്നെന്താ കാണുന്നത്? പടക് ആടിയുലയുന്നത്. ഇന്നെന്താ കാണുന്നത്? കൊടുങ്കാറ്റ്. ഇന്നെന്താ കാണുന്നത്? ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം. പക്ഷെ അതിന്റെ നടുവിലും വാക്തത്വം കേട്ട ദൈവ മനുഷ്യന്റെ അടുക്കൽ ദൂതം വന്നിട്ട് പറയാ, നാളെ നീ റോമയിൽ നിൽക്കും, നാളെ നീ കൈസരുടെ മുൻപാകെ നിൽക്കും, നാളെ ഞാൻ നിന്നെ ചിലരുടെ മുൻപാകെ നിർത്തും, നാളെ നീ ചിലയിടങ്ങളിൽ സാക്ഷിയായി നിൽക്കും. Praise to Jesus. Hallelujah. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ രക്തബന്ധങ്ങളുടെ മുൻപാകെ മഹത്വമുള്ള ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചിലരെ കണ്ടുവച്ചിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിന്റെ നടുവിൽ ആ മണ്ണിനകത്തു വെച്ച് തന്നെ ദൈവപ്രവൃത്തിയെ അരുളി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ചിലരെ കണ്ടുവച്ചിരിക്കുകയാണ്. നാളെ നീ അവരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. അതറിയാവുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. അപ്പൊ പിന്നെ ആടി ഉലയുന്ന പടകിൽ പ്രീതി സിസ്റ്ററെ നിങ്ങൾ തകർന്നു പോകുമോ? Praise to Jesus. ഹല്ലേലൂയ. അപ്പൊ പിന്നെ കൊടുങ്കാറ്റ് ശക്തമായി അടിച്ചെന്ന് കരുതിയിട്ടോ, കുറ്റം പറഞ്ഞെന്ന് കരുതിയിട്ടോ നിങ്ങൾ അതിന്റെ നടുവിൽ ഇല്ലാണ്ടായി പോകുമോ? നാളെ നീ റോമയിൽ നിൽക്കേണ്ടവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വരുമ്പോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുൻപേ നാട്ടുകാർ വളഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനെ തിരസ്കരിച്ച് പറയുന്നു, യേശുവിനെ തള്ളി പറയുന്നു, അതോ ഹല്ലേലൂയ സ്തോത്രം തിരിച്ചു കുടുംബത്തിലേക്ക് നിങ്ങൾ കയറുന്നു? ഇതിൽ എന്തോ നിങ്ങൾ ചെയ്യുന്ന? ഹല്ലേലൂയ സ്തോത്രം. കുടുംബത്തിന്റെ മഹിമ വേണോ? തറവാടിന്റെ മഹിമ വേണോ? പാരമ്പര്യത്തിന്റെ മഹിമ വേണോ? ഹല്ലേലൂയ സ്തോത്രം. അതോ യേശുവിനെ പിടിച്ചോണ്ട് പോകുകയാണോ? എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എഴുന്നേൽക്കാൻ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവ. ഇനി തിരിഞ്ഞു നോക്കിയാൽ രക്തബന്ധങ്ങളുടെ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നേക്കുമായി വെച്ചിരിക്കുന്ന വിടുതലിന്റെ അനുഭവമാ.
അവിടെ നമ്മൾ കുടുംബമായി എടുത്ത തീരുമാനം തിരിഞ്ഞു നോക്കുന്നില്ല. കുടുംബക്കാരല്ല, സ്വത്രം മഹിമയല്ല, ബന്ധങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോ വലുത് എഴുന്നേൽക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദമനുസരിച്ച് നടന്നു തുടങ്ങുക എന്നുള്ളതാണ്. നടന്ന് ഞങ്ങളുടെ പിള്ളേരുടെ കല്യാണക്കാര്യം വന്നപ്പോഴും ചോദിച്ച് സ്വത്ര ഹല്ലേലൂയ സ്തോത്ര, ആരെയും കിട്ടാൻ സാധ്യതയില്ല, തിരിച്ചു നടക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഇവരുടെ പണി പിന്നെന്തുവാ? ഇവരുടെ പണി ഇതാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അവസാനമാകും വരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അന്നേരവും നമ്മൾ പറഞ്ഞു ഇല്ല, നടന്ന് പകുതി ദൂരം വന്നു, ഇനി മണ്ണേ പ്രതി മാണിക്യം വെടിയാം, ഇനി വയ്യ. പ്രൈസ് ടു ജീസസ്. അതുകൊണ്ട് കർത്തൃദാസ് ഇവിടെ പറഞ്ഞത് ഇത് കേട്ടറിഞ്ഞതല്ലല്ലോ, ആണോ? ഇത് വായിച്ചറിഞ്ഞതല്ലല്ലോ, ഇത് രുചിച്ചറിഞ്ഞതല്ലേ? ഇത്തിരി പഞ്ചസാര എടുത്ത് എന്റെ നാവിനകത്ത് വെച്ച് രുചിച്ചു നോക്കിയിട്ട് സ്വത്രം ഞാൻ മധുരമാണെന്ന് അനുഭവിച്ചറിഞ്ഞിരിക്കെ ലിൻഡി ആന്റി വന്ന് പറയാ, അനുസിസ്റ്ററെ ആ ഷുഗറിന് എന്തൊരു കയ്പാ, ഞാൻ സമ്മതിച്ചു കൊടുക്കുവോ? ഞാൻ ഷുഗറിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത കാര്യം. ഒരാൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സമ്മതിച്ചു കൊടുത്താൽ എന്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ലേ അത്? എനിക്ക് പിന്നെ മനസാക്ഷി കുത്തില്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞ സകല ഭൗതിക വാക്തത്വങ്ങളും പൂർത്തീകരിച്ച് ഇന്ന് ഞങ്ങൾ തലമുറകളെ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, ഭൗതികമായി ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞെടുത്തെല്ലാം എത്തിച്ചു, കാൽ ചവിട്ടിക്കാമെന്ന് പറഞ്ഞെടുത്തെല്ലാം കാൽ ചവിട്ടിച്ചു. നടന്നതും എഴുന്നേറ്റതും പുറപ്പെട്ടതും ചിലത് തള്ളിക്കളഞ്ഞതും വിടുതലിന്റെ 3-ാം ഘട്ടത്തിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, സ്വത്ര ഹല്ലേലൂയ സ്തോത്ര, സ്വത്ര, മറുവർഷം നോക്കുമ്പോൾ ആത്മീക സ്പിരിച്വലി കർത്താവ് വെച്ചിരിക്കുന്ന വലിയ നിത്യത എന്നുള്ള ഡെസ്റ്റിനിയിൽ എത്താതെ എനിക്ക് വിടുതൽ വന്നെന്ന് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഒത്തിരി വചനങ്ങൾ എടുത്തു വെച്ചു ഇതിന്റെ കൂടെ പറയാൻ. എനിക്കറിയത്തില്ല, കർത്താവ് ഇങ്ങനെ കൊണ്ടുപോവാ. ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മൂക്കി നാട്ടുകാർ പഞ്ഞിയും വെച്ച് താടിയും കൂട്ടിക്കിടത്തി ഒത്തിരി ദേവദാസന്മാര് വന്ന് പറയുവാ, അക്കരെ നാട്ടിൽ അനുസിസ്റ്റനെ കാണാം. അവര് പറഞ്ഞാൽ എന്നെ അക്കരെ നാട്ടിൽ കാണാൻ പറ്റുമോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിട്ട് മരിക്കണം, അവിടെ കാണും, അവിടെ കാണും. അങ്ങനെയുള്ളവനാ വിടുതലിന്റെ അടുത്ത എൻട്രി നടക്കുന്നെന്ന് ഉറപ്പുള്ളത്. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. പരിശുദ്ധാത്മാവ് 2 കാര്യങ്ങളെ തൊടുന്നത്. ഭൗതിക നന്മകളോടുള്ള ബന്ധത്തിനകത്ത് പെൻഡിങ്ങിൽ കിടക്കുന്ന ചില വിടുതലുകള് അത് ഈ വർഷക്കാലം നിങ്ങളുടെ കരത്തിനകത്ത് കിട്ടണമെങ്കിൽ പറ, അടിമത്വത്തിൽ കിടക്കുന്ന ഊഴിയ വിചാരകന്മാർ മൂലം പീഡ അനുഭവിക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, നിലവിളിക്കുന്ന, സങ്കടത്തിൽ കിടക്കുന്ന തന്റെ ജനത്തെ പുറപ്പെടുവിച്ച് നടത്തി ചിലയിടങ്ങളിൽ എത്തിക്കാമെന്ന് പറഞ്ഞതുപോലെ കുരുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളിൽ നിന്നുള്ള പുറപ്പാട് ഇന്ന് രാത്രികാലം ആത്മാവ് ചില തലമുറകൾക്ക്, കുടുംബങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ പറ, കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യം, കെട്ടിവെച്ചിരിക്കുന്ന സാഹചര്യം, പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യം ഒരു തലയണ എടുത്ത് മുഖത്തിൽ അമർത്തിയാൽ എത്രമാത്രം ശ്വാസം മുട്ടാൻ അനുഭവിക്കുമോ അതേപോലെ ശ്വാസം മുട്ടിപ്പിക്കുന്ന ഭവനത്തിന്റെ അകത്തെ സാഹചര്യം ഒരു പുറപ്പാടുണ്ട് നിശ്ചയം, ഒരു പുറപ്പാടുണ്ട് നിശ്ചയം, ഒരു പുറപ്പാടുണ്ട് നിശ്ചയം. കർത്താവെ, ചോദിക്കുന്നവരോട് ഞാൻ എന്നതാ പറയണ്ടേ? കർത്താവ് പറയാ, എടാ ഞാൻ ആ കൂടെയുള്ളത്, നീ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ് നടന്നു തുടങ്ങ്. കർത്താവെ, നടക്കുമ്പോ ബാലൻസ് തെറ്റത്തില്ലേ? നടക്കുമ്പോ വീട് പോകത്തില്ലേ? ഇല്ല, കരം പിടിച്ചിട്ടുണ്ട്. എങ്ങോട്ടാ കർത്താവേ? പരിശുദ്ധ അപ്പാവ് പറയാണ്, ചില പൂർത്തീകരണങ്ങൾ നിനക്ക് കാണണ്ടേ, ചില സഫലീകരണങ്ങൾ നിനക്ക് കാണണ്ടേ, 2025 നടക്കുമെന്ന് പറഞ്ഞത് നിനക്ക് കാണണ്ടേ. ആത്മാവ് ചിലരോട് ചോദിക്കുക, കുടുംബമായ ആലയത്തിന്റെ അകത്ത് കയറണ്ടേ? യേശുവിന്റെ നാമത്തില് കുടുംബമായ ആലയത്തിന്റെ അകത്ത് കയറണ്ടേ? രക്തം ക്ഷയമെടുക്കുന്നു,
രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. ഇനി കുടുംബമായ ആലയത്തിന്റെ അകത്ത് കയറിയവരെല്ലാം തികഞ്ഞെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആമേ, നമ്മളെ കാത്തിരിക്കുന്ന ആ വലിയ ഡെസ്റ്റിനിക്കകത്ത് നമുക്ക് കയറണ്ടേ. പരിശുദ്ധിയപ്പവര് വിടുതലിന്റെ സമയമാണ്. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഈ കാലം കഴിഞ്ഞു പോയാൽ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. യേശുവിന്റെ രക്തം ജയം. നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്, നീ ഇപ്പോൾ മിണ്ടാതിരിക്കരുത്. ഈ കാലഘട്ടത്തിനായിട്ടാ ദൈവം നിന്നെ കണ്ടുവച്ചിരിക്കുന്നത്. നീ ഇപ്പോൾ എഴുന്നേൽക്കണം, നീ രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കണം. നീ ചിലത് വിളിച്ചു പറയണം. ആരോടും കരുണ തോന്നിയില്ലെങ്കിലും രാജാവ് നിന്റെ പക്കൽ ആ ചെങ്കോൽ നീട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എഴുന്നേൽക്കണമെന്ന് പരിശുദ്ധി അപ്പാവ് പറയുന്നു. രക്തത്താല് ജയമെടുക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ ആ ബെഥസ്ദ കുളക്കരയിൽ നിന്ന് എഴുന്നേറ്റതാ, പക്ഷേ എങ്ങും എത്തിപ്പെടാൻ പറ്റാതെ എന്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ, എന്റെ സംവത്സരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ, എന്റെ സമയങ്ങൾ ലോസ്റ്റായി പോകുന്നത് പോലെ എന്നെ പിടിച്ചിട്ടിരിക്കുന്ന, എന്നെ തളച്ചിട്ടിരിക്കുന്ന ഒരു അനുഭവമായി എനിക്ക്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ വാ തുറന്ന് പ്രാർത്ഥിക്കണേ. ആമെ 15-20 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പാട് സംഭവിച്ചു, പക്ഷെ ഇപ്പോഴും ചിലയിടങ്ങളിൽ കയറാൻ പറ്റിയിട്ടില്ല. ആമെ സ്വത്ര, ഹല്ലേലൂയ സ്വത്ര. വർഷങ്ങളെ നീട്ടി വലിക്കുന്നത് പോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകള്. ആമെ സ്വത്ര. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കാൻ നോക്കുന്നത്, ഇങ്ങനെ കറക്കിക്കളയുന്ന അനുഭവം നമ്മൾ വായിക്കുന്നില്ലേ? 40 ദിവസം കൊണ്ട് എത്തേണ്ടത് 40 വർഷമായിട്ടും കറക്കിക്കളയുന്ന അനുഭവങ്ങള്. റേഖാന ഖസിയ റഹാന്തര ജഗല. വാ തുറന്ന് പറ. എവിടെയാണ് എനിക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടുമാറിയത്? എവിടെയാണത് മുറിഞ്ഞു പോയത്? ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ദൈവം ഇപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല? കർത്താവ് പറയാ, ഒരിക്കൽ കൂടെ ഞാൻ കരം നീട്ടിയാൽ നീ കയറി പിടിച്ചോളാം. ആ യാത്ര കണ്ടിന്യൂ ആകുകയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ ഒരിക്കൽ സ്റ്റോപ്പ് ആയത് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷൻ പരിശുദ്ധ അപ്പാവ് ഇങ്ങനെ കാണിക്കാം. ആദ്യ കാലങ്ങളിൽ സ്പീഡിന് കയറി വന്നിട്ട് ആവേശത്തോടെ, ഭയങ്കര ധൈര്യത്തോടെ, ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതെ ദൈവം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടാലന്റുകൾ, കൃപകളൊക്കെ ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്ത് സ്പീഡിന് കയറി വന്നിട്ട് പകുതി എത്തിയപ്പോ ഇല്ല ട്രെയിനിന്റെ ചങ്ങല പിടിച്ച് വലിക്കുമ്പോ എങ്ങനെയാ ട്രെയിൻ സ്റ്റോപ്പ് ആകുന്നത്? അതേപോലെ സ്റ്റക്കായി നിൽക്കുന്ന മേഖലകൾക്കൊക്കെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് പറയാ, ആ യാത്ര ഒന്നുകൂടെ തുടരത്തക്ക രീതിക്കകത്ത് അങ്ങനെ പറഞ്ഞ നിൽക്കരുത്. കാലുകൾ എടുത്തു വെക്ക്. ശതര ദഗനം ശന്തര വൈഡ താരക റീഖന അടര സകനം വൈഡ താരകൾ കസിയ രഗംധര. ആമേ സ്വത്ര, ഹല്ലേലൂയ സ്വത്ര. റീന സിസ്റ്റർ, ആമേ സ്വത്ര, ഹല്ലേലൂയ സ്വത്ര. ജോർജി എന്ന് പറയുന്ന ഡിവൈസ് പരിശുദ്ധി അപ്പാവ് പറയാ, അനേകം പേരെ എത്തിക്കാൻ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് കണ്ണു കാണാൻ പറ്റാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയിൽ കിടക്കുന്നവനെ അവന്റെ മുറിവ് കെട്ടി ഉണക്കി വേണ്ട തൈലം എണ്ണ പൂശി അവനെ ചിലയിടങ്ങളിൽ എത്തിക്കാൻ ആത്മാവ് നിങ്ങളെ കുടുംബമായി കണ്ടുവച്ചിരിക്കുന്നത് അപ്പാവ് ദൂത് പറയാ. അനേകം പേരെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്ന നിലവാരത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആണ്. അർത്ഥം ഡെസ്റ്റിനിയിലേക്ക് പോകുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ പരിശുദ്ധി ആത്മാവ് നിങ്ങളെ കണ്ടുവച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിലേക്കൊക്കെ കരം നീട്ടണം കേട്ടോ, ചിലയിടങ്ങളിൽ കരം കൊടുക്കണം. ചിലര് കയറി പിടിക്കട്ടെ, ചിലരെ നടത്ത്. കുരുടന്മാരെ ആൾക്കാർ വഴികാട്ടിയായി നടത്തത്തില്ലേ, അതേപോലെ നടത്ത്. അങ്ങനെ നിങ്ങൾ നടത്തി തുടങ്ങുമ്പോൾ, അങ്ങനത്തെ ദൗത്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ സകല വിഷയങ്ങൾക്കകത്ത് പൂർത്തീകരിക്കപ്പെടാതെ
കിടക്കുന്നിടത്തുപോലെ കർത്താവ് കൂട്ടിയോജിപ്പിച്ച് പൂർത്തീകരിപ്പിച്ച് കുടുംബത്തെ മഹത്വമാക്കി നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിന് എന്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭവനത്തിന്റെ അകത്തളങ്ങളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവർ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. രക്തത്താല് ജയമെടുക്കുന്നു, രക്തത്താല് ജയമെടുക്കുന്നു. പിടിച്ച് മുറിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നവർ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചിലരുടെ ഹൃദയങ്ങളോട് ഇടപെടാൻ വേണ്ടി എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ആമേ. കുടുംബമായി, ഞാനെന്നല്ല, ഈ വാക്ക് എന്റെ കൂടെ ചേർന്ന് പറ. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ? കുടുംബമായി, കുടുംബമായി, കുടുംബമായി ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന, കുടുംബമായി ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചില ലക്ഷ്യസ്ഥാനങ്ങള് വൈഡത്താറുകൾക്കത് ഈ വർഷക്കാലം അതിന്റെ പൂർത്തീകരണം നടക്കട്ടെ. ഈ വർഷക്കാലം അതിന്റെ പൂർത്തീകരണം നടക്കട്ടെ. ഈ വർഷക്കാലം അതിന്റെ പൂർത്തീകരണം നടക്കട്ടെ. രക്തത്താല് വചനത്താല് ജയമെടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വെള്ളത്തിൽ കൂടെ തീയിൽ കൂടെ കടക്കുമ്പോൾ ആമെ കൈവിടാത്ത ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കാലം ഇറങ്ങി വന്ന് പറയാ, നിന്റെ മുൻപാകെ വെള്ളമുണ്ട്, നിന്റെ മുൻപാകെ തീയുണ്ട്. പക്ഷെ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ നടുവില് യേശുവിന്റെ നാമത്തില് പെട്ടകം എടുത്ത പുരോഹിതന്റെ കാലെടുത്ത് വെക്കുമ്പോൾ, ആ വാക്കൊക്കെ വലിയ ഇമ്പോർട്ടന്റ് കേട്ടോ. വെറുതെ പുരോഹിതനല്ല, പെട്ടകം കയ്യിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാം. യോർദാൻ ചോപ്പാകും. പെട്ടകം കയ്യിൽ വേണം. പെട്ടകം, there is no compromise. പെട്ടകം കയ്യിൽ വേണം, പെട്ടകം കയ്യിൽ വേണം, പെട്ടകം കയ്യിൽ വേണം. എന്നിട്ട് കാലെടുത്തു വെക്ക്. കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ഇന്ന് രാത്രി കാലം ചോപ്പാകും. ആമേ. അത് മാത്രമല്ല, ഒരു ദൂത് കൂടെ എന്റെ കൂടെ പറയാ, ഇരു സൈഡിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഡൗൺ ആക്കാൻ നോക്കുന്ന ചില വായുകളെ ആമേ സ്വത്ര ഹല്ലേലൂയ റെഡിയാകുന്നവന് വേണ്ടി ദൈവം അടപ്പിക്കുകയാണ്. ആ വായിനെ ദൈവം അടപ്പിക്കുകയാണ്. ഒന്നും നിന്റെ മുഖത്ത് നോക്കി പറയാതെ തക്കവണ്ണം ആമേ സ്വത്ര അലറി കീറി വരുന്നവനെ പിന്തിരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വഴികളെ ദൈവം സ്മൂത്താക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയുന്നു. രക്തത്താല് ജയമെടുക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഡെലിവറൻസിന്റെ പൂർത്തീകരണം കാണാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുക. 3-ാം ഘട്ടം വരെത്താൻ ആത്മാവ് ഞങ്ങളുടെ കരം പിടിക്കാം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവ് നമുക്ക് നൽകി തന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് കൂടിയിരിക്കുന്ന ദൈവം ഘട്ടഘട്ടമായി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. വളരെ ശക്തമായി ദൈവത്തിന്റെ ആലോചന നമ്മെ ഇന്ന് രാത്രികാലം അറിയിച്ചല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളിൽ കടന്നു വന്ന് ഹല്ലേലൂയ നമ്മോട് ഇടപെടുന്ന ദൈവം, എഴുന്നേൽക്കുവാൻ പറയുന്ന ദൈവം, എഴുന്നേൽക്കുക മാത്രമല്ല ഹല്ലേലൂയ വിട്ട് മുൻപോട്ട് പോകുവാൻ ഹല്ലേലൂയ ബലം പകരുന്ന ദൈവം, ശക്തി പകരുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പിന്നെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം as I pray for you, ഹല്ലേലൂയ, കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും വളരെ ശക്തമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിൻ നമ്മോട് സംസാരിച്ചത്. If you are going through any situations, ഹല്ലേലൂയ, ആ സാഹചര്യത്തിൽ ആയിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ, മാസങ്ങളായിട്ടുണ്ടെങ്കിൽ, ഇന്ന് വളരെ ശക്തമായിട്ടാണ് ദൂത് വന്നത്, വചനം വന്നത്. എഴുന്നേൽക്കുവാൻ സമയമായിട്ടുണ്ട്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വിട്ട് എഴുന്നേറ്റ് ഹല്ലേലൂയ മുൻപോട്ട് പോകുവാൻ സമയമായിട്ടുണ്ട്. Amen. It is time for us to rise up. It is time for us to get up. It is time for us to move on. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ കഷ്ടതയിൽ, പ്രയാസത്തിൽ കിടക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. എന്നാൽ അവൻ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പോസിറ്റീവ് റെസ്പോൺസ്. യെസ് ലോർഡ്, ഐ ഡു നോട്ട് വാണ്ട് ടു ബി ഹിയർ എനിമോർ. ഹല്ലേലൂയ, എനിക്കിവിടെ ഈ സാഹചര്യത്തിൽ, ഈ കഷ്ടതയിൽ, ഈ കണ്ണുനീരിൽ, ഈ രോഗത്തിൽ, ഈ സങ്കടത്തിൽ, ഈ പ്രയാസത്തിൽ, ഈ കൺഫ്യൂഷനിൽ, ഈ വരിയില്, ഹല്ലേലൂയ സ്ട്രെസ്സിൽ എനിക്ക് ഇനി കിടക്കണ്ട, എനിക്ക് മുൻപോട്ട് പോകണമെന്ന് വിശ്വാസത്തിന്റെ വാക്കുകളൊന്ന് പറഞ്ഞ ദൈവ പൈതലേ, അത് നമുക്ക് അനുഗ്രഹമായി തീരും. ആമേൻ. കർത്താവ് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യാത്രകളിൽ, ശുശ്രൂഷകളെല്ലാം കർത്താവ് വളരെ ശക്തമായി ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ
ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് എന്നാരെങ്കിലും ഹല്ലേലൂയ അറിഞ്ഞു പറയാതെയോ നിങ്ങൾ ഭാരത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന രോഗികൾ എല്ലാവരും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് ഹല്ലേലൂയ സന്ധ്യാസമയം whatever time zone you are in, ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ ഒന്ന് തൊടട്ടെ, ദൈവം നമ്മെ ഒന്ന് ബലപ്പെടുത്തട്ടെ. അവന്റെ ശബ്ദം ഹല്ലേലൂയ. ഈ വർഷങ്ങളായി കിടക്കുമ്പോൾ പല ശബ്ദങ്ങൾ, 38 വർഷം പല ശബ്ദങ്ങൾ കേട്ടു. ഇതുവരെ കഴിഞ്ഞില്ലേ? ഒന്ന് എഴുതൂടെ, ഒന്ന് മാറിക്കൂടെ, ഒന്ന് പൊക്കൂടെ എന്നെല്ലാം ശബ്ദങ്ങൾ കേട്ടു. നിരാശയുടെ ശബ്ദങ്ങൾ, 38 വർഷം വേദനയുടെ ശബ്ദങ്ങൾ, 38 വർഷം അവനെ ഡിസ്കറേജ് ചെയ്യുന്ന ശബ്ദം. എന്നാൽ ഇന്ന് കേട്ടത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇതുവരെയും കേൾക്കാത്ത ഒരു ശബ്ദം, ഇതുവരെയും കേൾക്കാത്ത ഒരു വാക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇതുവരെയും കേൾക്കാത്ത ചിലത് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചുവെങ്കിൽ എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സംസാരിക്കാത്ത രീതിയിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്. നിരാശയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഹല്ലേലൂയ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ സങ്കടങ്ങളും പ്രയാസങ്ങളും കേട്ട് മടുത്തിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്. കാരണം ചോദിക്കുന്നത് നാഥനാ, കൈവിടത്തില്ല. ഹല്ലേലൂയ. കരുത്തനായവൻ, ബലം പകരുന്നവൻ, ശക്തി പകരുന്നവൻ, കൂടെ നിൽക്കുന്നവൻ, ആലോചന പറഞ്ഞു തരുന്നവൻ, ഹല്ലേലൂയ. ഉണങ്ങിക്കിടക്കുന്നതിന് ജീവൻ പകർന്നു തരുവാൻ കഴിവുള്ളവൻ, വാക്കിന് ശക്തിയുള്ളവൻ, പറഞ്ഞാലങ്ങനെ നടക്കുന്നവൻ. ഹല്ലേലൂയ. He is a God who is asking you. ഹല്ലേലൂയ. നമ്മോട് ചോദിക്കുന്നത് സകലതും സാധ്യമാക്കി തരുവാൻ കഴിവായ ദൈവം, കഴിവുള്ള ദൈവം. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യമെങ്കിലും ദൈവത്താൽ സകലതും സാധ്യമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അവസ്ഥകളെല്ലാം കർത്താവിനോടൊന്ന് പറഞ്ഞേ. കുടുംബത്തിന്റെ അവസ്ഥകൾ, കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ, ജോലിയുടെ കാര്യങ്ങൾ, whatever it is. I do not know what you are going through this evening. Hallelujah. Whatever it may be, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, speak to the Lord this evening. Tell him, God, I've been in this situation for many years, but today I want to change. You talk to me, oh God, and I want to see a difference. Hallelujah. നമുക്ക് ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് മതി കർത്താവേ. 38 വർഷം ഞാൻ കേട്ടത് നിരാശകളാണ്, വർഷങ്ങളായി കേട്ടത് ഞാൻ പ്രയാസങ്ങളാണ്. എന്നാൽ ഇന്ന് നാഥൻ എന്നോട് സംസാരിച്ചത് ഇതുവരെയും ആരും ചോദിക്കാത്തത്, നിനക്ക് മനസ്സുണ്ടോ? യെസ് ലോർഡ്, എനിക്ക് മനസ്സുണ്ട്. എൻ്റെ ഭവനം ഒന്ന് മാറണം, എനിക്ക് മനസ്സുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് മനസ്സുണ്ട്. എനിക്ക് സൗഖ്യമാകണം, എൻ്റെ സിറ്റുവേഷൻസ് ഒന്ന് മാറണം, എനിക്ക് മനസ്സുണ്ട്. ഒന്ന് പറ ദൈവമേതലേ, വാ തുറന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് പറഞ്ഞേ. നമുക്ക് പ്രാർത്ഥിക്കാം. Let me pray for you. Father God, we thank you. We thank you for all what you do, oh God. Hallelujah. It is impossible with men, but everything is possible with you, oh God. Hallelujah. മനുഷ്യരാൽ അസാധ്യമായതെല്ലാം ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. വർഷങ്ങളായി ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തുന്നത്, പ്രയാസപ്പെടുത്തുന്നത്, ഞങ്ങളെ പിന്നെയും കർത്താവെ കണ്ണുനീരിലേക്ക് ഹല്ലേലൂയ കൊണ്ടുപോകുന്ന വാക്കുകൾ ഞങ്ങൾ കേട്ട് മടുത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? യെസ് ലോർഡ്, വി ആർ വില്ലിംഗ്, വി വോണ്ട്. ഞങ്ങൾക്ക് മനസ്സുണ്ട് കർത്താവെ. ഇതൊന്ന് മാറണം, ഈ കഷ്ടതയൊന്ന് മാറണം, ഈ പ്രയാസമൊന്ന് മാറണം, ഈ കടപ്പൊന്ന് മാറണം. ഹല്ലേലൂയ. ചുറ്റുപാടൊന്ന് മാറണം. 38 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നതൊന്ന് മാറണം. ഹല്ലേലൂയ. ഇതെല്ലാം ഒന്ന് മാറണം. ഹല്ലേലൂയ. ദൂതനിറക്കിയിട്ട് ഇറങ്ങി വന്നിട്ട് നടക്കാത്തത്, ഹല്ലേലൂയ, യേശു വന്ന്, ഹല്ലേലൂയ, യേശു കടന്നു വന്ന് നടത്തി കൊടുത്തുവെങ്കിൽ പലരും വന്നിട്ടും നിന്റെ ജീവിതത്തിൽ നടക്കാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം കർത്താവേ, ഹല്ലേലൂയ, യേശുവേ കടന്നുപോയി നിന്റെ ജനത്തിന് നടത്തിക്കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പലരും ആലോചനകൾ പറഞ്ഞിട്ടും പലരും കർത്താവെ സഹായിച്ചിട്ടും നടക്കാത്ത പല വിഷയങ്ങളാൽ, സാഹചര്യങ്ങളാൽ ഭാരപ്പെടുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്വർഗം തന്നൊന്നിറങ്ങണമേ, നീ തന്നൊന്ന് കടന്നു വരണമേ കർത്താവേ. ബെഥസ്ദാ കുളത്തിൽ ഹല്ലേലൂയ എല്ലാ ദിവസവും ദൂതൻ ഇറങ്ങുന്നെങ്കിലും ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കാതെ, വിടുതൽ പ്രാപിക്കാത്ത ഒരുത്തിന് വേണ്ടി യേശു കടന്നു വന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കടന്നു വരണം അപ്പാ. നീ ഒന്ന് വരണം, ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. നീ ഒന്ന് കടന്നു വരണം. ഹല്ലേലൂയ. ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനം
ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ വഴി നടത്തണമേ. പ്ലാറ്റ്ഫോമിലായിരിക്കും എല്ലാ ദൈവജനത്തെയും ഹല്ലേലൂയ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. I bless your people, oh God, in the name of Jesus. ഹല്ലേലൂയ. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരെ, രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവരെ സൗഖ്യമാക്കണമേ. ബലഹീനതരെ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. വ്യാകുലരായിരിക്കുന്നവർക്ക് സമാധാനം നൽകിക്കൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കണമേ, ബലപ്പെടുത്തിക്കൊള്ളണമേ കർത്താവേ. തകർന്നു പോകുവാൻ അനുവദിക്കരുതേ. ഹല്ലേലൂയ. പിടിച്ചു നിർത്തണമേ കർത്താവേ. തളർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കരുതേ എന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ദൈവജനത്തെ വഹിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. കൃപ തന്ന് പരിപാലിക്കണമേ കർത്താവേ. എല്ലാ വിഷയവും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഡോക്ടറായ സ്തോത്രം. രാഷ്ട്രീയ വളരെ ശക്തമായി ദൈവം നിർത്തിക്കൊള്ളണമേ. വചനം നൽകിക്കൊടുക്കണമേ. വെളിപ്പാടുകൾ നൽകിക്കൊടുക്കണമേ. ദൈവജനത്തിന് ആവശ്യമായ ദൂതകൾ നൽകിക്കൊടുത്ത് രാഷ്ട്രീയം വളരെ ശക്തമായി പിന്നെയും കർത്താവ് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നോർത്ത് അമേരിക്കയിലായിരിക്കുന്ന ദിവസങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. കൃപ കൊണ്ട് പൊതിഞ്ഞുകൊള്ളണമേ കർത്താവേ. എല്ലാ നന്മകളാൽ കർത്താവ് നിരക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. പ്ലീസ് റിസീവ് ദി ബ്ലെസ്സിങ്സ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 God bless you all. Thank you. Thank you, Dr. Anu, for sharing the word. നിങ്ങളെ എല്ലാവരും കണ്ടതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. താമസത്തെ ഞങ്ങൾ ഇന്ത്യയിലായിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പെട്ടെന്നൊന്ന് പോകുക. ഞാൻ എഡ്മന്റണിലാണ്. കോൺഫറൻസ് ഗോയിങ് ഓൺ. അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ്. സോ വിൽ catch up very soon. God bless you all. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കെട്ട വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. Amen.